الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدينا ولمشائخنا ولأساتذتنا ولمصنفي كتبنا وللشارحين والمحشين الصالحين اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم في الدين والدنيا والآخرة اللهم رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا كاملا ربنا تمم بالخير والسعادة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون وإن كنتم في ريب مما نزلنا على عبدنا فأتوا بصورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون صدق الله العظيم. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഉസ്താദുമാർ, ശിഷ്യന്മാര്, പ്രസ്ഥാന ബന്ധുക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ തുടങ്ങി നമുക്ക് ജീവിതത്തിൽ കടപ്പാടുള്ള എല്ലാവരെയും അള്ളാഹുവിന്റെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ലത് മനസ്സിലാക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആനിന്റെ പാരായണത്തിലും അതിന്റെ പഠനത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകം സന്തോഷവും അതിനാവശ്യമായ അറിവും അതുപോലെ തന്നെ ഹിക്മത്തുമൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള എല്ലാ സംരംഭങ്ങളും നമ്മൾ ചെയ്യുന്നതിന് കാരണക്കാരായിട്ടുള്ള നമ്മുടെ ഗുരുവര്യർ, അതേപോലെ പഠന സമയത്തും മറ്റുമൊക്കെ നമ്മുടെ സഹായികൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്ത് ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ കൂട്ടത്തിലെ 3 വിഭാഗത്തെ പരിചയപ്പെടുത്തിയതിനു ശേഷം വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാകുന്ന അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാന വിഷയം സ്ഥിരീകരിക്കുന്നതിനു വേണ്ടി മനുഷ്യരുടെ മുന്നിൽ വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥനെ നിങ്ങൾ ആരാധിക്കണം. എന്തുകൊണ്ട് നിങ്ങൾ ആ നാഥനെ തന്നെ ആരാധിക്കണം? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് പടച്ചിരിക്കുന്നത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും അവൻ തന്നെയാണ് പടച്ചിരിക്കുന്നത്. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുന്നവരാവാൻ വേണ്ടി. അതിന്റെ വിശദീകരണങ്ങൾ അല്ലാഹു തആല റബ്ബാണെന്നും ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ആ ഇബാദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നും ഒക്കെ ഇന്നലെ ഏറെക്കുറെ നാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്.
അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ നിന്ന് 2 അനുഗ്രഹമായിരുന്നു 21 ആയത്തിൽ അള്ളാഹു തആല ഇവിടെ സൂചിപ്പിച്ചത്. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും പടച്ചു. നിങ്ങളെ പടക്കുക, നിങ്ങളുടെ മുമ്പുള്ളവരെ പടക്കുക. ഈ 2 അനുഗ്രഹങ്ങളെയാണ് ആ ആയത്തിൽ പറഞ്ഞതെങ്കിൽ ഇനി അള്ളാഹു പറയുന്നത് അല്ലദീ, എങ്ങനെയുള്ള അള്ളാഹുവാണ് ജഅല ലക്കുമുൽ അർള ഫിറാശൻ, അവൻ നിങ്ങൾക്ക് ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നു. ഇത് ജീവിതത്തിൽ നമുക്ക് അല്ലാഹു തആല സ്ഥിരമായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള, നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആണ്. ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ അനുഗ്രഹം നിത്യമായി എല്ലാ സമയത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഇപ്പൊ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മെ പടച്ചു, നമ്മുടെ പൂർവികരെയും പടച്ചു. നമ്മുടെ സൃഷ്ടിപ്പിന് ബാഹ്യമായിട്ടുള്ളൊരു കാരണക്കാരാണ് നമ്മുടെ പൂർവികർ. ഏതായാലും ശരി, അത് പറഞ്ഞതിന് ശേഷം ഭൂമിയെ വിരിപ്പാക്കി എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഇരിക്കാനും കിടക്കാനും ഓടാനും ചാടാനും മറ്റും എല്ലാം സൗകര്യപ്പെടും വിധത്തിലുള്ള ഒരു വിരിപ്പ് പോലെ അള്ളാഹു തആല ദുനിയാവിനെ നമുക്ക് സംവിധാനിച്ചു തന്നു. ഭൂമി ഒരു ഗോളാകൃതിയിലാണ് എന്ന് പറയുന്നതിന് വാസ്തവത്തിൽ ഇത് എതിരല്ല. മറിച്ച് കുറെ കൂടി വിശാലമായി ചിന്തിച്ചാൽ ഭൂമി ഗോളാകൃതിയിലാണെന്നതിനുള്ള തെളിവായിട്ടാണ് വാസ്തവത്തിൽ ഇതിനെ നാം കാണേണ്ടത്. കാരണം പരന്ന ഒരു സാധനമാണെങ്കിൽ അത് നമ്മൾ വിലയിരുത്തുമ്പോ നീളമുള്ളതോ ചതുരാകൃതിയിലുള്ളതോ ത്രികോണ രൂപത്തിലോ ഒക്കെ ആയിരിക്കും അതുണ്ടാവുക. അപ്പൊ അങ്ങനെ ഭൂമി പരന്നൊരു സാധനമാണ് എന്ന് വന്നാൽ ആ പരന്ന ഭൂമിയിലൂടെ ഒരാൾ ദീർഘമായി സഞ്ചരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു തെല്ലിൽ അവൻ എത്തിച്ചേരുകയും അതോടുകൂടെ അതൊരു എൻഡായി നമുക്ക് ബോധ്യപ്പെടുകയും അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ വലിയ അപകടത്തിലേക്ക് അവൻ ചെന്ന് ആപതിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം എന്താ, പരന്ന സാധനത്തിന് അത്തരത്തിലുള്ള ഒരു അഗ്രം, ഒരു തല, ഒരു അവസാനം അതുണ്ടാകൽ ആവശ്യമായി വരുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരു തെല്ല് ഭൂമിക്കുള്ളതായി ആരും ഇവിടെ അവകാശപ്പെടുന്നില്ല. അങ്ങനെ ഒന്നും ഇല്ലതാനും. എവിടെ ചെന്ന് നോക്കിയാലും ഭൂമധ്യരേഖയിലോ അതേപോലെ തന്നെ ഉത്തര ധ്രുവത്തിലോ ദക്ഷിണ ധ്രുവത്തിലോ എവിടെയുമാകട്ടെ, എവിടെ ചെന്ന് നോക്കിയാലും ഭൂമി നമുക്ക് പരന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അനുഭവത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അവൻ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നു എന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് കാണിച്ചു തരുന്നത്. അപ്പൊ ഈ അനുഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നിത്യേന നമ്മൾ അതിന്റെ സുഖം, അതിന്റെ സന്തോഷം, അതിന്റെ ഉപകാരം അത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു സാധനം എല്ലാ ഭാഗത്തുനിന്നും പരന്നതായിരിക്കണമെങ്കിൽ നിർബന്ധമായും, അതായത് എവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് പരപ്പ് ഫീൽ ചെയ്യണമെങ്കിൽ, അനുഭവപ്പെടണമെങ്കിൽ അത് നിർബന്ധമായും ഉരുണ്ടതായിരിക്കണം എന്ന ഒരു ചെറിയ തത്വം, ഒരു ചെറിയ ബുദ്ധി അതുള്ള ആളുകൾക്കൊക്കെ ഈ ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഭൂമിയുമായി നമ്മൾ ബന്ധപ്പെടുന്ന ഓരോ സ്ഥലം, ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഏത് ധ്രുവങ്ങളിലേക്കുള്ള ദൂരവും ഒരുപാട് കിലോമീറ്ററുകൾ അകലമുള്ളതായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെയൊക്കെ ഉപരിതല വിസ്തീർണവും അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കണക്കുകളൊക്കെ ഭൗമശാസ്ത്രത്തിന്റെ ആളുകൾ വിശദീകരിച്ച് തന്നതോ നമുക്കൊക്കെ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഈ വിധത്തിലുള്ള ഒരു വലിയ സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉണ്ടാക്കി തന്നു എന്ന് പറയുന്ന ആ മഹത്തായ ഒരു അനുഗ്രഹം, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മോട് അല്ലാഹു പറയുന്നു, ഈ അനുഗ്രഹം നിങ്ങൾക്ക് ഒരുക്കി തന്ന് ഭൂമിയുടെ ഏതു ഭാഗത്തുകൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോഴും നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെടാത്ത, സഞ്ചരിക്കാനുള്ള സുഗമമായ സാഹചര്യം അല്ലാഹു തആല ഒരുക്കി തന്ന് സ്മൂത്തായ സഞ്ചാരത്തിനുള്ള സംവിധാനം ഉണ്ടാക്കി തന്ന ആ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. കാരണം ഈ സംവിധാനം ഉണ്ടാക്കി തന്നതിന്റെ പിന്നിൽ അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിയും ഇത് ഞങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഘടകമെന്ന് ആവശ്യപ്പെടുന്നില്ല. അപ്പൊ വേറെ ആരും ഇത് ഞങ്ങളാണ് ഇതിന്റെ കക്ഷികളെന്ന്, ഇതിന്റെ പാറ്റന്റ് അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ലോകത്താരും അവകാശപ്പെടുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു നമ്മളോട് പറയുന്നത് ഈ ഭൂമിയിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോ, ഒരു സൗകര്യം അനുഭവിക്കുമ്പോ അതിന്റെ പിന്നിലുള്ള ചാലക ശക്തിയെ, അതിന്റെ പിന്നിലുള്ള യഥാർത്ഥ സംവിധായകനെ, ഒരു ശരാശരി ബോധമുള്ള നന്ദിയുള്ള മനസ്സിന്റെ ഉടമയായ
മനുഷ്യത്വം നഷ്ടപ്പെടാത്തവരൊക്കെ കാണേണ്ടതുണ്ട്. അങ്ങനെ കണ്ടാൽ ആ കാണുന്ന ആളുകൾ ഇത്തരം സൗകര്യം ഒരുക്കി തന്ന യജമാനനായ റബ്ബിനു മാത്രമേ അവരുടെ ആരാധന എന്ന ഏറ്റവും വലിയ വണക്കം, ഏറ്റവും വലിയ താഴ്മ അത് പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. രണ്ടാമത് അല്ലാഹു പറഞ്ഞത് വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു എടുപ്പ് അല്ലെങ്കിൽ ഒരു മേൽത്തട്ട് ആക്കി നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മറ്റൊരു അനുഗ്രഹമാണ്. ഭൂമിയിൽ നിന്ന് എത്രയോ ദൂരെയായിട്ടും ഒരു വീടിന്റെ മേൽത്തട്ടെന്ന പോലെ നോക്കിക്കണ്ട് നമുക്ക് സൗന്ദര്യം ആസ്വദിക്കാനും, അതേപോലെ തന്നെ ആകാശത്ത് അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ മുഖേനയും മറ്റുമൊക്കെ ഓരോ ദിക്കറിയാതെ കുടുങ്ങുന്ന മനുഷ്യന്മാർക്ക് ദിശ മനസ്സിലാക്കാനും വഴിയറിയാനുമുള്ള സംവിധാനങ്ങൾ അടക്കം ഉണ്ടാക്കി തന്നുകൊണ്ട് അല്ലാഹു തആല നിരവധി നക്ഷത്രങ്ങളാകുന്ന വിളക്കുകളാൽ അലങ്കരിച്ച് മഹത്തായ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയൊരു സേഫ്റ്റി ബോധം നമുക്ക് നൽകുന്നതും, അതോടൊപ്പം ആകാശത്ത് അല്ലാഹു തആല സംവിധാനിച്ചു വച്ചിരിക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് ഏറ്റവും വലിയ ഉപകാരപ്രദമായി റബ്ബ് ആക്കി തരികയും ചെയ്തിരിക്കുന്നു. ഇതാക്കി തന്നതിന്റെ പിന്നിൽ അല്ലാഹു അല്ലാത്ത ഒരു മൾട്ടിനാഷണൽ കമ്പനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമ്രാജ്യത്വ ശക്തിയോ ആരും ഇതിന്റെ പിന്നിൽ ഞങ്ങളാണ് ഇതിന്റെ ആളുകൾ എന്ന് അവകാശപ്പെട്ടു വരുന്നില്ലെങ്കിൽ ഈ ഭൂമിയുടെ മുഖത്ത് താമസിക്കുമ്പോൾ ആകാശമാകുന്ന മേൽക്കൂരയുടെ ആ ഒരു സേഫ്റ്റി അല്ലാഹു തആല നമുക്ക് നൽകിയത്, അതിന്റെ ഗുണഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ റബ്ബിന് മാത്രമേ ഏറ്റവും വലിയ നമ്മുടെ വണക്കമാകുന്ന ഇബാദത്ത് സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പിന്നീട് അല്ലാഹു തആല പറഞ്ഞത് വ അൻസല മിനസ്സമാഇ മാഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നിരിക്കുന്നു. ഫഅഖ്റജ ബിഹി, അങ്ങനെ ആ വെള്ളം മുഖേന അഥവാ മഴ മുഖേന അല്ലാഹു തആല പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് മിനസ്സമറാത്തി, ധാരാളം ഫലങ്ങളിൽ നിന്ന് റിസ്ഖല്ലക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണം എന്ന നിലക്ക് ധാരാളം ഫലങ്ങളെ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് ഫലങ്ങളെ, ഒരുപാട് ഗുണങ്ങൾ, ഭക്ഷണങ്ങളായി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളെ അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവന്ന് തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല അടുത്ത അനുഗ്രഹമായി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നോക്കൂ, നമ്മൾ അതിയായ പ്രേമബദ്ധരായിട്ടുള്ള വളരെ യോജിപ്പിൽ വർത്തിച്ചു വരുന്ന ഒരു ഭാര്യ ഭർത്താക്കളെ പോലെ ആകാശവും ഭൂമിയും ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് നമുക്ക് ഈ പറഞ്ഞ സംഗതിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? ഒരു ഭർത്താവിൽ നിന്ന് ഇന്ദ്രിയം സ്വീകരിച്ച് ഈ ലോകത്ത് ഒരുപാട് ആളുകൾക്ക് നന്മയും സന്തോഷമൊക്കെ നൽകാൻ സാധിക്കും വിധത്തിലുള്ള മക്കളെ രാജ്യത്തിന് സമ്മാനിക്കുന്ന ഒരു ഭാര്യയുടെ ധർമ്മം പോലെ ആകാശമാകുന്ന മേൽത്തട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മഴയെ സ്വീകരിച്ച് ഭൂമിയാകുന്ന ഈ സംവിധാനം നമുക്കെന്ത് തരുന്നു? ധാരാളം പഴങ്ങൾ നൽകുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നു. അപ്പൊ ആകാശത്തുനിന്ന് വെള്ളം സ്വീകരിച്ച് പോഷകമൂല്യങ്ങളുള്ള ആഹാര വസ്തുക്കളെ പട്ടിണി അകറ്റാനും നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റേതായ ഒരു സാഹചര്യം ഉണ്ടാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലുള്ള ഒരുപാട് വസ്തുക്കളെ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതാലോചിച്ചു നോക്കിയാൽ ഒരു മാതാവിന് നമുക്കുള്ളതിലും കവിഞ്ഞ വാത്സല്യമാണ് വാസ്തവത്തിൽ ഈ പ്രകൃതിയിൽ നമ്മൾ അധിവസിക്കുന്ന ഭൂമി നമുക്ക് നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ മാതാവ് നമുക്ക് ഒരേ തരം ആഹാരം മാത്രമാണ് എത്ര കാലം നമ്മൾ ആഹാരം അവരിൽ നിന്ന് സ്വീകരിച്ചാലും നമുക്ക് തരുന്നത്. അതായത് മുലപ്പാൽ എന്ന് പറയുന്ന ആഹാരം, അതാണ് മാതാവ് നമുക്ക് നൽകുന്നതെങ്കിൽ ഭൂമി നമുക്ക് നൽകുന്ന ആഹാരങ്ങളോ ഒരിക്കലും തന്നെ നമുക്ക് പറഞ്ഞവസാനിപ്പിക്കാൻ സാധിക്കാത്ത വിവിധ ഇനം ആഹാരങ്ങൾ. ആ ആഹാരങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകൾ, വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ എല്ലാം ഭൂമി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തെ മഴ വർഷിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഈ മഹത്തായ സംവിധാനം ആരാണ് ഉണ്ടാക്കി തരുന്നത്? അതിന്റെ പിന്നിലുള്ള ചാലകശക്തിയെ തേടിപ്പോയാൽ അതിന്റെ ആളുകൾ ഞങ്ങളാണ് എന്നും ഇവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയും അവകാശപ്പെടുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാമ്രാജ്യം അവകാശപ്പെടുന്നില്ല, ലോകത്തൊരു കക്ഷിയും അതിന്റെ പാറ്റന്റ് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ പിന്നെ അതും നമുക്ക് ചെയ്തു തന്നതിന്റെ യഥാർത്ഥ അവകാശി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എങ്കിൽ ഇതൊക്കെ ഈ ഭൂമിയിൽ നിന്ന് അനുഭവിച്ച്, അഥവാ നമ്മുടെ സൗകര്യത്തിന് സ്മൂത്തായി സഞ്ചരിക്കാൻ പറ്റുന്ന ഭൂമിയിലൂടെ നടന്ന് ആകാശമാകുന്ന മേൽക്കൂരയുടെ ആ സേഫ്റ്റി അനുഭവിച്ച് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭൂമിയിലേക്ക് വരുന്ന മഴയിലൂടെ
നമ്മൾ അധിവസിക്കുന്ന ഭൂമിയാകുന്ന ഈ മാതാവ് നമുക്ക് വിവിധ ഇനം ഭക്ഷണങ്ങൾ ഒരുക്കി തന്ന് ആ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഭൂമിയിലൂടെ നമ്മൾ നടക്കുമ്പോ ആരാണ് ഈ ഭൂമി ഇങ്ങനെ പരത്തി തന്നത്? അതേപോലെ തന്നെ ആരാണ് ആകാശത്ത് ഇങ്ങനെ മേൽത്തട്ടാക്കിയത്? ആരാണ് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത്? എന്നിട്ട് ആ മഴ മുഖേന ഭൂമിയിൽ നിന്ന് ഫലഭൂയിഷ്ടമായ ഭക്ഷണങ്ങൾ നമുക്ക് എങ്ങനെയാ ലഭിക്കുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോന്നും കടന്നു വരുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം ഒന്നു മാത്രം. അതെല്ലാം നൽകിയത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന, ഇത് സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു തആല മാത്രം എന്നല്ലാത്തൊരു ഉത്തരം വാസ്തവത്തിൽ ആർക്കും പറയാൻ സാധിക്കില്ല. ഇത് പ്രകൃതിയിൽ അങ്ങനെ താനേ ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും കഴിയില്ല. കാരണം ഇന്നലെ നമ്മൾ അതിന്റെയൊക്കെ ചില ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരൊക്കെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ ആളുകളോട് സംവദിക്കുമ്പോൾ അവരുടെ കൂടി ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റും വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ കഴിവിന്റെയും അവന്റെ പ്രവർത്തനത്തിന്റെ ആ വിശാലമായ അനുഗ്രഹങ്ങളുടെയും ഒക്കെ അവസ്ഥകൾ വിശദീകരിച്ച് തന്നുകൊണ്ട് നമുക്ക് ആ കാര്യം വിശദീകരിക്കപ്പെട്ടുവെങ്കിൽ ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്കൊരുക്കി തന്ന ആ റബ്ബിന് വാസ്തവത്തിൽ ഈ അനുഗ്രഹങ്ങൾ ഒരുക്കിത്തരാൻ ഒരാളുടെയും സപ്പോർട്ട് ആവശ്യമില്ല. ഏതെങ്കിലും ഒരാളുടെ സഹകരണാടിസ്ഥാനത്തിലുള്ള സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല അല്ലാഹു തആല ഇതൊന്നും ചെയ്തിട്ടുള്ളതെങ്കിൽ ആ യജമാനനായ റബ്ബിന് മാത്രം നിങ്ങളുടെ അങ്ങേയറ്റത്തെ താഴ്മയും വണക്കവും എന്ന ഇബാദത്ത് അത് സമർപ്പിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. അപ്പോ ഈ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ച് ശൂന്യതയിൽ നിന്നുള്ള ജന്മം കിട്ടി ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോ അവന് താമസിക്കാനുള്ള സൗകര്യം ഭൂമിയിൽ ഒരുക്കി, ആകാശത്ത് അവന് പ്രത്യേകമായിട്ടുള്ള ഒരു സുരക്ഷിതത്വത്തിന്റെ തുരുത്താക്കി അല്ലാഹു തആല സംവിധാനിച്ചു. അവിടുന്ന് വരുന്ന മഴ മുഖേന അല്ലാഹു തആല ഭൂമിയിൽ നിന്ന് ധാരാളം വിഭവങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അതൊക്കെ അനുഭവിച്ചിവിടെ ജീവിച്ചിട്ടും ഇതൊക്കെ നൽകിയതിന്റെ പിന്നിൽ മറ്റൊരാളും പേറ്റന്റ് അവകാശപ്പെട്ടിട്ടില്ലാത്ത മഹത്തായി സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിച്ചിട്ടും മനുഷ്യൻ പക്ഷേ ആ യജമാനനായ റബ്ബിനെ മാത്രം ആരാധിക്കണം എന്നുള്ള സംഗതി അതവർ മറന്നുപോകുന്നു. പലപ്പോഴും അതിനവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല ചിന്തിക്കുന്ന മനുഷ്യനോട് പറയാണ്, ഇതൊക്കെ ചെയ്തു തന്നത് അല്ലാഹു ആണെങ്കിൽ ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അതുകൊണ്ട് തന്നെ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ ആക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ സമന്മാരെ, പങ്കാളികളെ ആക്കരുത്. വഅൻതും തഅലമൂൻ, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നിങ്ങൾ അറിയുന്നവരായിരിക്കെ. ഇപ്പറഞ്ഞതിൽ ആർക്കും തർക്കമല്ലല്ലോ. നമ്മൾ ശൂന്യതയിൽ നിന്ന് വന്നവരാണ്. ഈ ഭൂമി നമുക്ക് ഏതർത്ഥത്തിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. ആകാശം അതിന്റേതായിട്ടുള്ള ധർമ്മം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. ആകാശത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മഴയുടെ സജീവതയിലാണ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ സംഗതികൾ എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് ഞങ്ങൾ ചെയ്യുന്നതാണ് എന്ന് ആരും ഇവിടെ അവകാശപ്പെട്ടിട്ടും ഇല്ലെങ്കിൽ അല്ലാഹു ആണെങ്കിലും അതൊക്കെ ഞാനാ ചെയ്യുന്നതെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കെ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന് പങ്കാളികളെ സ്ഥാപിച്ച് അവനിൽ നിന്ന് കിട്ടിയ ഈ ആഴമില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് അവനോട് മാത്രം നിങ്ങൾ കാണിക്കേണ്ട പ്രത്യേകമായ വണക്കം അത് ഒഴിവാക്കി ആ വണക്കത്തിൽ ആ പ്രത്യേകമായ താഴ്മ എന്ന ഇബാദത്തിൽ മറ്റുള്ളവരെ കൂടി നിങ്ങൾ എങ്ങനെ പങ്കാളിയാക്കുന്നു എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ ആക്കരുത് ഇക്കാരണങ്ങൾ കൊണ്ട്. വഅൻതും തഅലമൂന, ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്നിരിക്കെ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ അല്ലാഹുവിന് സമന്മാരെ ആക്കുക എന്ന് വെച്ചാൽ എന്താണ്? അല്ലാഹുവിനുള്ളതുപോലെ എന്തെങ്കിലും ഒരു സംഗതി, മനസ്സിലായില്ലേ? അല്ലാഹുവിനുള്ളതുപോലെ എന്തെങ്കിലും ഒരു സംഗതി ആർക്കെങ്കിലും വകവെച്ചു കൊടുത്താൽ അതൊക്കെ സമന്മാരാക്കൽ തന്നെയാണ്. അല്ലാഹുവിന് മാത്രം കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു സംഗതി. ഉദാഹരണം, ലോകത്ത് എന്ത് സംഗതികൾ ആര് ചെയ്താലും യന്ത്രത്തിന് യന്ത്രത്തിന്റെ കഴിവ്, മന്ത്രത്തിന് മന്ത്രത്തിന്റെ കഴിവ്, മനുഷ്യന് മനുഷ്യന്റെ കഴിവ് എല്ലാം മുസ്ലിം വിശ്വസിക്കുന്നതും അല്ലാഹു പരിചയപ്പെടുത്തുന്നതും വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങളിലുള്ള എന്ത് അനുഗ്രഹവും അത് അല്ലാഹുവിൽ നിന്ന് ലഭിച്ചതാണ്. അല്ലാഹു നൽകാത്ത ഒരനുഗ്രഹവും ആർക്കില്ല? മനുഷ്യനില്ല. ഇതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ അല്ലാഹു നൽകാതെ തന്നെ സ്വന്തമായി ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നിന് സാധിക്കും എന്ന് വന്നാൽ
അത് പടച്ചവന് കൊടുക്കേണ്ട അതേ അവസ്ഥയിലേക്ക് അവരെ സ്ഥാപിക്കലാണ്. മനസ്സിലായോ? അങ്ങനെ സ്ഥാപിച്ചാൽ അതൊക്കെയും ഇപ്പറഞ്ഞതിന്റെ ഗണത്തിൽ വരും. അതുകൊണ്ടാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുലാണ്. അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും കാണിക്കലാണ്. അങ്ങേയറ്റത്തെ താഴ്മ എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുക? താഴ്മ കാണിക്കുന്ന വ്യക്തി കാണിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് ആരാധിക്കപ്പെടാൻ അർഹനാണെന്ന വിശ്വാസത്തോടെ കാണിക്കുന്ന താഴ്മയാണ് അപ്പറഞ്ഞ അങ്ങേയറ്റത്തതാവുക. ഈ അങ്ങേയറ്റത്തത് ആർക്കല്ലാതെ കൊടുക്കാൻ പാടില്ല, അള്ളാഹ്ക്കല്ലാതെ കൊടുക്കാൻ പാടില്ല. ഇതാണ് ഇബാദത്തെങ്കിൽ ഇപ്പറഞ്ഞ അംഗീകാരം അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും വകവെച്ചു കൊടുക്കുന്നത് അത് ഇബാദത്തിന് വിരുദ്ധമായിട്ടു അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുന്ന ഇബാദത്തായി മാറുകയും തദാരാത് ശിർക്കിന്റെ ഗണത്തിൽ വരികയും ചെയ്യാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ബാത്തു ശരീക്ക് ഫിൽ ഉലൂഹിയ്യ, ആരാധിക്കപ്പെടാനുള്ള അർഹത എന്ന ആ ഗുണത്തിൽ അള്ളാഹുവിന് പങ്കാളികളെ സ്ഥാപിക്കലാണ് ശിർക്ക്. ആ പങ്കാളികളെ സ്ഥാപിക്കുക എന്നുള്ളത് രണ്ടർത്ഥത്തിൽ വരും. ബിമാന വുജൂബിൽ വുജൂദി, ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതുപോലെ സ്വയം പര്യാപ്തത, മറ്റൊന്നിലേക്കും ആശ്രയിക്കാതെ സ്വന്തമായി ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന ആ കാഴ്ചപ്പാടിൽ അള്ളാഹുവിന് സമന്മാരാക്കുക, അള്ളാഹുവിന് പങ്കാളികളെ സ്ഥാപിക്കുക. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഒരു തലവേദന വരുന്നയാൾ ആ തലവേദന മാറുന്നതിന് വേണ്ടി ഒരു പെനഡോൾ കുടിക്കുമ്പോൾ ആ പെനഡോൾ കഴിക്കുന്ന സമയത്ത് ഈ പെനഡോളിന് എന്റെ രോഗം മാറ്റാനുള്ള ശക്തി സ്വന്തമായി ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ആ ഒറ്റ വിശ്വാസത്തോടു കൂടെ തന്നെ അവൻ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഒരു സംഗതി മറ്റൊരാളിൽ അർപ്പിച്ച ആളായി മാറും. അപ്പൊ അള്ളാഹുവിനുള്ളതുപോലത്തെ ഒരു സ്വയം പര്യാപ്തത മറ്റാർക്കെങ്കിലും സങ്കല്പിച്ചാൽ അതുകൊണ്ട് ശിർക്ക് വരും. അത് അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കേണ്ട സംഗതിയാണ്. ഔ ബിമാന ഇസ്തിഹ്ഖാഖിൽ ഇബാദ, അല്ലെങ്കിൽ ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും വകവെച്ചു കൊടുക്കലാണ്. ഇതാദ്യം പറഞ്ഞത് സ്വയം പര്യാപ്തത എന്ന് പറയുന്ന സംഗതി, അത് അതിന്റെ എല്ലാ അർത്ഥത്തിലും അഗ്നിയാരാധകരായിരുന്ന ആളുകൾ അവരുടെ ദൈവങ്ങൾക്ക് അഗ്നിദേവിക്ക് വകവെച്ചു കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുദ്ദീൻ തഫ്താദാനി റളിയല്ലാഹു അൻഹു ഇവിടെ പറഞ്ഞത് കാണാൻ കമാലിൽ മജൂസ്, അഗ്നി ആരാധകർക്ക് അത്തരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഔ ബിമാന ഇസ്തിഹ്ഖാഖിൽ ഇബാദ, അല്ലെങ്കിൽ ആരാധിക്കപ്പെടാനുള്ള അർഹത ഉണ്ട് എന്ന് അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയെ കുറിച്ച് വിശ്വസിക്കുക, എന്നിട്ട് ആരാധിക്കപ്പെടാനുള്ള അർഹത വകവെച്ചു കൊടുക്കുക. അതുപോലെ കമാലി അബദത്തിൽ അസ്നാം, ബിംബങ്ങളെ ആരാധിക്കുന്നവർക്ക് അത്തരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ അബൂജഹലും കമ്പനിയുമൊക്കെ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിച്ചപ്പോൾ അവയൊക്കെ ദൈവങ്ങളാണെന്നും ആരാധിക്കപ്പെടാനുള്ള അർഹതയുള്ളവരാണെന്നും എന്ത് ചെയ്തിരുന്നു? അവർ മനസ്സിലാക്കിയിരുന്നു, അവർ വിശ്വസിച്ചിരുന്നു. അപ്പൊ ആ വിധത്തിലുള്ള കാഴ്ചപ്പാടുമായി കടന്നു വന്നാൽ അതെന്തിനെതിരാണ്? അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കണം എന്ന് പറഞ്ഞ ആ അടിസ്ഥാന തത്വത്തിന് വിരുദ്ധമാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം, ലോകത്ത് ആദ്യമായിട്ട് അറേബ്യൻ രാജ്യത്തേക്ക് ബിംബാരാധന കൊണ്ടുവന്ന ആളുകൾ, അവരെക്കുറിച്ച് ചരിത്രത്തിന്റെ ആളുകൾ വിശദീകരിക്കുന്നത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അന്ന അംറ ബിൻ ലുഹയ്യ്, അംറു ബിൻ ലുഹയ്യ് എന്ന് പറയുന്ന ആള് ലമ്മാ സാദ ഖൗമഹു, തന്റെ ജനതയുടെ നേതൃത്വം ഏറ്റെടുത്തു, ആളുകളുടെ നേതൃപദവി, അവരുടെ ലീഡർഷിപ്പ് തനിക്ക് കൈവന്നു. കഅബാലയത്തിന്റെ കൈകാര്യകർത്തൃത്വവും തന്റെ നേതൃത്വത്തിൽ, തന്റെ ഉത്തരവാദിത്വത്തിൽ വന്നപ്പോൾ ഇത്തഫഖത്ത് ലഹു സഫറത്തുൻ, അദ്ദേഹത്തിന് ഒരു യാത്ര തരപ്പെട്ടു മറ്റു ചില രാജ്യങ്ങളിലേക്ക്. അങ്ങനെ രാജ്യങ്ങളിലേക്ക് യാത്ര തരപ്പെട്ടപ്പോൾ ഫറഅ ഖൗമൻ യഅ്ബുദൂനൽ അസ്നാമ, ബിംബങ്ങളെ ആരാധിക്കുന്ന കുറെ ആളുകളെ അവർ കണ്ടു. ബിംബങ്ങളെ ആരാധിക്കുന്ന കുറെ ആളുകളെ അയാൾ കണ്ടു. ഫസഅലഹു മൻഹ, അപ്പൊ ഈ ബിംബങ്ങളെ സംബന്ധിച്ച് ആ നാട്ടുകാരോട് അംറു ബിൻ ലുഹയ്യ് ചോദിച്ചു. അപ്പൊ കാലു, അവര് പറഞ്ഞു, ഫഖാലു, അവർ ഹാദിഹി അർബാബുൻ, ഇവയൊക്കെ റബ്ബുകളാണ്, നസ്തൻസിറു ബിഹാ, ഇവകളെ കൊണ്ട് ഞങ്ങൾ സഹായം തേടും, ഫനുൻസർ, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സഹായം കിട്ടും. അതേപോലെ നസ്തസ്തി ബിഹാ, ഇവകളെ കൊണ്ട് ഞങ്ങൾ മഴയെ തേടും, അപ്പോൾ ഞങ്ങൾക്ക് മഴ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന് പുറമെ റബ്ബുകളെ സ്ഥാപിച്ച് ബിംബങ്ങളെ ഉണ്ടാക്കി അവക്ക് ആരാധിക്കുന്ന നാട്ടുകാരെ കണ്ടപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് അംറു ബിൻ ലുഹയ്യ് ചോദിച്ചു. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹത്തിന് പോലും എന്തറിയില്ല എന്നർത്ഥം? ബിംബാരാധന അറിയില്ല. കഅബാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് അവിടുത്തെ അധികാരം അവരുടെ നാട്ടുകാരുടെ ലീഡർഷിപ്പ് കിട്ടിയ അംറു ബിൻ ലുഹയ്യ് ഒരു യാത്രക്കിടയിൽ ബിംബാരാധനയെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്?
അവർ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങളുടെ റബ്ബുകളാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ഇവരോട് ഞങ്ങൾ തേടും, അതുപോലെ മഴ വേണ്ടുമ്പോൾ ഞങ്ങൾ ഇവരോട് തേടും, ഞങ്ങൾക്ക് മഴ കിട്ടും, ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫൽതമസ ഇലൈഹിം അൻ യുക്രിമൂഹു ബിവാഹിദിൻ മിൻഹാ, ഈ കൂട്ടത്തിലുള്ള ഒരു ബിംബത്തെ എനിക്ക് കൂടി തന്ന് ആദരിക്കണം എന്നെ എന്ന് ആ അംർ ഇബ്നു ലുഹയ്യ ആവശ്യപ്പെട്ടു. ഇടങ്ങേറ് വരുന്ന വഴിയാണ് ഈ പറയുന്നത്. ഫൽതമസ ഇലൈഹിം, അവരിലേക്ക് അയാൾ ആവശ്യപ്പെട്ടു, അൻ യുക്രിമൂഹു, അദ്ദേഹത്തെ ആദരിക്കാൻ ബിവാഹിദിൻ മിൻഹ, ഈ ബിംബങ്ങളിൽ നിന്ന് ഒന്നിനെ നമ്മക്ക് തന്നിട്ട് നിങ്ങൾ നമ്മളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫഅതൗഹു, അവരെന്ത് ചെയ്തു, ഒരു ബിംബത്തെ കൊടുത്തു. എങ്ങനത്തെ ബിംബം? അൽ മഅറൂഫ് ബി ഹുബുൽ, ഹുബുൽ എന്ന പേരിൽ അവരെടുത്ത് അറിയപ്പെട്ടിരുന്ന ബിംബത്തെ അംർ ഇബ്നു ലുഹയ്യിന് ആര് കൊടുത്തു? ആ നാട്ടുകാർ കൊടുത്തു. അങ്ങനെ ഫസാറ ബിഹി ഇലാ മക്കത വവളഅഹു ഫിൽ കഅബതി വദഅ അന്നാസ ഇലാ തഅലീമിഹി, ആ ബിംബമായിട്ട് അയാൾ മക്കയിൽ വരികയും കഅബത്തിന്റെ ഉള്ളിൽ അത് പ്രതിഷ്ഠിക്കുകയും അതിനെ ബഹുമാനിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് മക്കയിൽ ബിംബാരാധന എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്. പിന്നീട് ഒരു ബിംബാണ് കൊടുന്നതെങ്കിലും ഒട്ടകത്തിന് കിടക്കാൻ സ്ഥലം കൊടുത്ത പോലെ, ഇരിക്കാൻ സ്ഥലം കൊടുത്ത പോലെ പിന്നെന്തായി, ബിംബാരാധന നാട്ടിൽ അങ്ങോട്ട് വല്ലാത്തൊരു അവസ്ഥ, വല്ലാത്തൊരവസ്ഥ കടന്നു വന്നു. അല്ല, മക്കത്തുള്ള ആളുകൾക്കും മുഖേന പിന്നീട് വന്ന പലർക്കും ഇടങ്ങേറ് കടന്നു വന്ന വഴി, ആ കടന്നു വന്ന വഴി. കാരണം അതുവരെ മക്കയിലുള്ള ജനങ്ങൾക്ക് എന്തറിയില്ല, ബിംബാരാധന അറിയില്ല. ബിംബാരാധന നൂഹ് നബി അലൈഹി ഇസ്ലാം വരുന്ന കാലം മുതൽ ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ടെങ്കിലും മക്കക്കാർക്ക് വാസ്തവത്തിൽ അത് അറിയില്ലായിരുന്നു. ഇബ്രാഹിമി മില്ലത്ത് അനുസരിച്ച് അവരുടേതായ കുറെ നന്മകൾ സൂക്ഷിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇவ்விധത്തിലുള്ള ഒരു അരുതായ്മ കടന്നു വന്നതിന്റെ തുടക്കം ആരാണ്? ഈ പറഞ്ഞ ആളുകളാണ്, അംർ ഇബ്നു ലുഹയ്യാണ്. എന്നിട്ട് റാസിമോട് പറയേണ്ടത്, സുമ്മക്കാനിലെ ഖബായിലിൽ അറബി, അറബികളിലെ വിവിധ കബീലക്കാർക്ക് ഔസാനുൻ മഅറൂഫത്തുൻ, അറിയപ്പെട്ട ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ബിംബം കെൽബ് ഗോത്രക്കാർക്കുണ്ടായിരുന്നു. സുവാഴ് ബനൂ ഹുദൈൽ ഗോത്രക്കാരുടെ ബിംബമായിരുന്നു. യഗൂസ് ബനൂ മുദലജ് ഗോത്രക്കാരുടെ ബിംബമായിരുന്നു. യഊഖ് ഹമദാൻ ഗോത്രക്കാരുടെ ബിംബമായിരുന്നു. നസ്ർ വേറെ കുറെ നാട്ടുകാരുടെ ബിംബമായിരുന്നു. ലാത്ത് തായിഫുകാരുടെ ബിംബമായിരുന്നു. അതേപോലെ തന്നെ തായിഫിലുള്ള സഖീഫ് ഗോത്രക്കാരുടെ ബിംബമായിരുന്നു. മനാത്ത് എന്ന് പറഞ്ഞ യസ്രിബിലുള്ള ഖസറജ് ഗോത്രക്കാരുടെ, അഥവാ പഴയ മദീനയിലുള്ള യസ്രിബ് ഗോത്രക്കാർ മദീനക്കാരുടെ ബിംബമായിരുന്നു. മദീനയിലുള്ള ഖസറജുകാരുടെ ബിംബമായിരുന്നു മനാത്ത് എന്ന് പറയുന്നത്. ഉസ്സ എന്ന് പറയുന്നത് കിനാന ഗോത്രക്കാരുടെ, മക്കയുടെ ചില ഭാഗങ്ങളിൽ താമസിക്കുന്ന അവരുടെ ഗോത്രമായിരുന്നു. ഇസാഫ്, നായില എന്നിങ്ങനെ സഫയിലും മർവയിലും ബിംബങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ബിംബങ്ങൾ അങ്ങനെ വ്യാപകമായി. പിന്നീട് എവിടെ നോക്കിയാലും ബിംബങ്ങളുടേതായിട്ടുള്ള ഒരു പ്രളയം തന്നെ. പിന്നീട് അവിടുന്നൊക്കെ പോയിട്ട് എന്താ വെച്ചാൽ അങ്ങനെ സ്പെഷ്യൽ ബിംബങ്ങളൊന്നുമല്ല, ഒരു നല്ല കല്ല് കണ്ടാൽ ആ കല്ലിനെടുത്തിട്ട് ബഹുമാനിച്ച് ആദരിച്ച് കുളിപ്പിച്ച് അത്തറ് പൂശി അതിന് പുതിയൊരു പ്രതിഷ്ഠയായിട്ട് ഒരു മൊബൈൽ ദൈവം എന്ന നിലക്ക് കൂടെ കൊണ്ടു നടക്കാൻ പോലും നാട്ടുകാർ തയ്യാറാകുന്ന ദുരവസ്ഥയുണ്ടായി. അങ്ങനത്തെ സംഭവം വന്നപ്പോൾ ഒക്കാന ഖുസയ്യുൻ ജദ്ദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട ഖുസൈ എന്നവര് റളിയല്ലാഹു അൻഹു യൻഹാഹും അൻ ഇബാദത്തിഹാ, ഉണ്ടോ, മക്കക്കാരെ ഈ ബിംബങ്ങൾക്ക് ആരാധിക്കുന്നതിനോട്ട് വിരോധിച്ചിരുന്നു. വയദ്ഉഹും ഇലാ ഇബാദത്തില്ലാഹി തആല, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ഖുസൈ എന്നവര് റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പ. അതാണ് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഒരു മുവഹിദ്. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ വഹുവല്ലദീ യഖൂലു, അദ്ദേഹം പറയുന്നു, റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബി അദീനു ഇദാ തഖസ്സമത്തിൽ ഉമൂറു തറക്തുൽ ലാത വൽ ഉസ്സ ജമീഅ കദാലിക യഫ്അലുർ റജുലുൽ ബസീറു. റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബിൻ, ഒരൊറ്റ റബ്ബിനെയാണോ, ഒറ്റ നാഥനെയാണോ, അതല്ല റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ മാത്രമാണോ, അം അൽഫ റബ്ബിൻ, അതല്ല ആയിരക്കണക്കിന് റബ്ബുകളെയാണോ, അദീനു ഞാൻ അനുസരിക്കേണ്ടത്, കാര്യങ്ങളെല്ലാം പിടിവിട്ടു പോകുന്ന സമയത്ത് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒറ്റ റബ്ബിനെയാണോ ഞാൻ അനുസരിക്കേണ്ടത്, അതല്ല കണ്ടിക്കണ്ടതിനൊക്കെ ദൈവങ്ങളാക്കി പൂജിക്കുന്ന ആ റബ്ബുകളെയാണോ? അത് എന്നെ ചോദിച്ചതിന്റെ അർത്ഥം ഈ ഒറ്റ റബ്ബിനെയാണ്, എല്ലാത്തിനെയും കഴിവുള്ള ഒറ്റ റബ്ബിനെയാണ് ആദരിക്കേണ്ടത്, അനുസരിക്കേണ്ടത്
എന്ന് പറഞ്ഞുകൊണ്ട് താൻ പറയാണ് തറക്തുല്ലാത്ത വൽ ഉസ്സ ജമീഅ, ഉസ്സ, ലാത്ത, മനാത്ത, ഹുബല്, വദ്, സുവാ, യഊസ്, യഗൂഖ്, നസ്ർ, ഇങ്ങനെ തുടങ്ങി ഒഴിവാക്കുന്നു. ബുദ്ധിയുള്ള മനുഷ്യൻ, ചിന്താശേഷി നഷ്ടപ്പെടാത്ത മനുഷ്യൻ, അവൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട അംറു ബിൻ നുഫൈൽ എന്നവര് പറഞ്ഞത്, സെയ്ദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇവിടെ ഉദ്ധരിക്കപ്പെടുകയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇவ்விധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിദ്ദുകളെ, സമന്മാരെ സ്ഥാപിക്കുക എന്ന പണി അത് അറേബ്യൻ മുശ്രിക്ക് ചെയ്തിട്ടുണ്ട്. ആ മുശ്രിക്ക് അപ്പണി ചെയ്യുന്നതിന്റെ തുടക്കം അംർ ബിൻ ലുഹയ്യ് തുടങ്ങി. പിന്നീട് അതങ്ങോട്ട് വ്യാപകമായി കണ്ണിൽ കണ്ടതിനൊക്കെ ദൈവങ്ങളാക്കി പൂജിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തുകയുണ്ടായി. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു അവരോട് പറയണത് എന്ത്? അല്ലയോ ജനങ്ങളെ, എന്നെ വിട്ട് ഈ കണ്ണിൽ കണ്ടതിനൊക്കെ ദൈവങ്ങളാക്കി പൂജിക്കുന്നതിന്റെ ബുദ്ധിശൂന്യത, ഇതിലുള്ള പൊട്ടത്തരം എത്രമാത്രം ഗൗരവമാണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? നിങ്ങൾക്കില്ലായ്മയിൽ നിന്ന് ജന്മം തന്നത് ഞാൻ, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചതും ഞാൻ, നിങ്ങൾക്ക് താമസിക്കാൻ ഭൂമി സൗകര്യപ്പെടുത്തി തന്നത് ഞാൻ, ഒരു നല്ല ധൈര്യം കിട്ടുന്നതിന് വേണ്ടി ആകാശത്തെ മേൽക്കൂരയാക്കി തന്നത് ഞാൻ, ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ച് ഭൂമിയിൽ നിന്ന് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി തന്നത് ഞാൻ, ഇന്നലെക്കുള്ള സകല സംവിധാനങ്ങളും ഞാൻ ചെയ്തതാണെന്നും ഇതിൽ മറ്റാർക്കും പങ്കില്ലെന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കെ നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്തു തന്നിട്ടില്ലാത്ത ഈ കല്ലുകളെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് എനിക്ക് സമമാക്കുന്നത് എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ ചോദിച്ചിട്ടുള്ളത്. അല്ലാഹുവിന് സമന്മാരെ സ്ഥാപിക്കുക എന്ന പണി, അതാണ് ഇവിടെ കുഴപ്പം. അപ്പോ സമന്മാരെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞത് എങ്ങനെ ഉണ്ടാവുന്നതാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ചില സാധുക്കൾക്ക് വമ്പിച്ച അപകടം പറ്റിയിട്ടുണ്ട്. സമന്മാരെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ദൂരത്തുള്ള ആളെ വിളിക്കാതാണ് ചിലരൊക്കെ മനസ്സിലാക്കിയത്. സാധാരണക്കാരനെ കൊണ്ട് കഴിയാത്തത് ചോദിക്കാതാണ് വേറെ ചിലര് മനസ്സിലാക്കിയത്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് സമന്മാരാക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രമുള്ള സ്വയം പര്യാപ്തത എന്നത് ഏതെങ്കിലും ഒരു വസ്തുവിൽ സമർപ്പിക്കുക ഒന്നും. ഞാൻ ചെന്നപ്പോ പെരക്കാർക്ക് ചോദിച്ചു, എന്താ നിങ്ങൾ പള്ളിക്കൊന്ന് വിറ്റടിക്കുകയാണെന്നും പറയുന്നത് മറ്റൊരു ഘട്ടത്തിൽ നാടൻ ശൈലി ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അവിടെയാണ് സമന്മാരാക്കൽ വരിക. അല്ലാതെ ദിവസത്തിനും അന്നാന്ന് അതുകൊണ്ടേ വരുള്ളൂ. അല്ല ചെയ്യണ ഒരു ബാഹ്യമായി മറ്റൊരാളിലേക്ക് ചേർത്ത് പറഞ്ഞു എന്നതുകൊണ്ട് അത് പടച്ചോനാക്കൽ. ഉമ്മാക്ക് സുഖമില്ലാതെ അല്ലാഹുവിന് പൂർണ്ണമായി ശിഫയും കുറെ മിസ്കിമാർക്ക് ആഫിയത്തും നൽകുമാറാകട്ടെ. 21-ാം തീയതി പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഉമ്മാക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് കമ്പനി കൊടുത്ത ടിക്കറ്റ് പോലും പലപ്പോഴും ചെല്ലാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ദിക്റ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് സുബഹി നിസ്കരിച്ചിട്ടും മഗ്രിബ് നിസ്കരിച്ചിട്ടും നിസ്കരിച്ച അതേപോലെ തന്നെ ഇരുന്ന് കാലനക്കണതിന്റെ മുമ്പ് 10 തവണ ചൊല്ലുന്നത് വമ്പിച്ച പ്രതിഫലത്തിന് അർഹമാണ് എന്ന് നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെ ഒരു 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറഞ്ഞ ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തേക്ക് വല്ലാത്ത പവറാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അള്ളാഹുവിനിപ്പോ നമ്മൾ പരിപാടിച്ചങ്ങനെ യുഹ്യി, അവൻ ജീവിപ്പിക്കുന്നതാണ്. എന്നാൽ ഖുർആനിൽ തന്നെ നിങ്ങൾ നോക്കിയേ, ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിന്റെ സംഭവം വിശദീകരിക്കുന്നിടത്ത് എന്താ കാണുന്നത്? ഞാൻ അള്ളാഹുവിൽ നിന്ന് വന്ന പ്രവാചകനാണ് ജനങ്ങളെ, ഞാൻ പ്രവാചകനാണെന്നതിന് എന്റെ കയ്യിൽ തെളിവുണ്ട്. ആ തെളിവുകളിൽപ്പെട്ട ഒരു തെളിവെന്താ? ഞാൻ കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കിയിട്ട് ആ പക്ഷിയുടെ രൂപത്തിൽ ഞാനൊന്നൂതിയാൽ അതെന്താകുന്നു? ഫയക്കൂനു തൈറൻ, അത് പക്ഷിയായി പറന്നു പോകുന്നു. അതേപോലെ തന്നെ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കണോ? ഞാൻ എന്ത് ചെയ്തു തരാം നിങ്ങൾക്ക്? മരിച്ചുപോയ ആളുകളെ ജീവിപ്പിച്ചു തരാം എന്ന് ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാം പറയുന്നു. ഇത് പറഞ്ഞപ്പോ അല്ലാഹു തആല മറന്നുപോയതാണോ പടച്ചോനാണ് ജീവിപ്പിക്കുക എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത് അല്ലാഹു മറന്നുപോയതാണോ? അല്ല. അവിടൊക്കെ ഒരു വാൽക്കഷ്ണം കാണാം, ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടെ ഞാൻ ഇപ്പണിയൊക്കെ ചെയ്യും. അപ്പൊ കണ്ടോ, അല്ലാഹു തആല നൽകുന്ന കഴിവുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സപ്പോർട്ടോടുകൂടെ ഈ പണി ഏത് ചെയ്താലും ഒരു കുഴപ്പമല്ല. അതുകൊണ്ട് ഒരാൾ റബ്ബാവൂല. അപ്പൊ നമ്മൾ മഹാന്മാരോട് സഹായം തേടിയാൽ ആ സഹായം തേടുന്നിടത്ത് മൗലവിമാര് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂട്ടി പറയെന്താ? കോടാനുകോടി മനുഷ്യന്മാർ കോടാനുകോടി ഭാഷകളിൽ കോടാനുകോടി സ്ഥലങ്ങളിൽ നിന്ന് കോടാനുകോടി ആവശ്യങ്ങൾക്ക് വേണ്ടി ഒറ്റ സമയത്ത് ചോദിച്ചാൽ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ തെറ്റാതെ എല്ലാവരുടെ ആവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കൂ. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതാണോ തൗഹീദിന്റെ മർമ്മം? അല്ല. നമ്മക്ക് പറയാനുള്ള തൗഹീദ് എന്താ?
സുന്നി പറയണ തൗഹീദ് എന്താ? സുന്നി പറയണ തൗഹീദിൽ കോടാനകോടി ഒന്നും വേണ്ട, ഒരൊറ്റ മനുഷ്യന്റെ മുന്നിൽ വെച്ച്, മനസ്സിലായില്ലേ? ഒരൊറ്റ മനുഷ്യന്റെ മുന്നിൽ വെച്ച് ഒരൊറ്റ ആള് മാത്രം ഒരാവശ്യം ചോദിച്ചു, ആ ആവശ്യം നിർവഹിച്ചു തരണമെങ്കിൽ പോലും ആർക്കേ പറ്റൂ? അള്ളാഹ്ക്കേ പറ്റൂന്നാണ്. അല്ലാത്ത ആർക്ക് പറ്റൂല. പക്ഷെ അള്ളാഹു തആല ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിനുള്ള കഴിവ് കൊടുത്താൽ അയാൾക്ക് പറ്റും. ആ കഴിവ് കൊടുത്താൽ കോടാനുകോടി ആളാവശ്യം, കോടാനുകോടി ഭാഷയിൽ കോടാനുകോടി സ്ഥലത്തുനിന്ന് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കണേനും അള്ളാഹ്ക്കൊരു കുഴപ്പമല്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ നമ്മളെല്ലാരും ഇപ്പൊ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? ഗൂഗിളിന്റെയോ അല്ലെങ്കിൽ യാഹുവിന്റെയോ ഒക്കെ സർവറുമായിട്ട് നമ്മളെല്ലാരും ഒരേ സെക്കൻഡിൽ തന്നെ കോടിക്കണക്കിന് മനുഷ്യന്മാര് ബന്ധപ്പെടുന്നില്ലേ? കോടിക്കണക്കിന് മനുഷ്യന്മാര് ബന്ധപ്പെടുന്നുണ്ട്. ആ ബന്ധപ്പെടുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരെ കൂട്ടത്തിന്ന് ഓരോരുത്തരും അവരുടെ ഐഡിയും പാസ്വേഡും അടിക്കുന്ന സമയത്ത് ഒരക്ഷരം അടിക്കുന്നിടത്ത് എന്ത് ചെയ്താല് സ്മാൾ ലെറ്റർ അടിക്കേണ്ടടുത്ത് വലിയ അക്ഷരമായി പോയാൽ പോലും, അല്ലെങ്കിൽ ഒരു ഡോട്ട് വരേണ്ടടുത്ത് അത് വരാണ്ട വന്നാൽ പോലും ഉടനെ തന്നെ റിസൾട്ട് കിട്ടുകയാണ് നമുക്ക്. ഒരേ സെക്കൻഡിൽ ഒരു മാറ്റമില്ലാതെ നിങ്ങൾ 100 ആളോ ഒരേ സമയത്ത് നിന്ന് തെറ്റിയടിച്ചു നോക്കിയേ, ആ സമയത്തൊക്കെ കാണാൻ പറ്റും യുവർ ID ഓർ പാസ്വേഡ് ഇൻകറക്റ്റ് അല്ലെ? നിങ്ങൾ ID അല്ലെങ്കിൽ പാസ്വേഡ് രണ്ടിലൊന്ന് കറക്റ്റ് അല്ല, അതുകൊണ്ട് അത് കറക്റ്റ് ആക്കിയിട്ട് വീണ്ടും അടിക്കാൻ പറയും. ഇതേ സമയത്ത് തന്നെ ഈ സർവർ ആരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? റോങ് ആയിട്ട് അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത് കണ്ടിട്ട് ഇനി ഏതെങ്കിലും സാധു പറയോ എന്ത് യാഹു സർവർ? യാഹു എന്ന് പറഞ്ഞപ്പോ തന്നെ നാളെ ഒരാൾ പറഞ്ഞു, ഈ യാഹു എന്ന് കേൾക്കുമ്പോ തന്നെ ഒരു അള്ളാന്റെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കേട്ടോ, അങ്ങനല്ല. ഈ യാഹു സർവർ ഇപ്പൊ വഹാബി പഠിപ്പിച്ചു കൊടുത്ത തൗഹീദ് അനുസരിച്ച്, പക്ഷേ ഇവരിങ്ങനെ കുറെ ആളുകൾ ഈ യാഹുവായിട്ട് ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടാൽ, ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ടാൽ, ജിമെയിലൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോ ചിലപ്പോ ഇവര് പറഞ്ഞുകൂടായില്ല പതുക്കെ. കാരണം എന്താ? അങ്ങനത്തെ ചില സംഗതികൾ വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒറിജിനൽ ദജ്ജാല് വരുന്നതിന് മുമ്പ് വേറെ കുറെ ദജ്ജാല് വരും. ആ ഒറിജിനൽ ദജ്ജാലിന്റെ മുമ്പ് വരുന്ന സകല ദജ്ജാലിന്റെ ആൾക്കാരും ആരോട് പിന്തുടരും? ഒറിജിനൽ ദജ്ജാല് വരുമ്പോ ഓന്റെ ഒപ്പം കൂടും. കാരണം എന്താ? ആ കൂടുന്ന ആളുകൾക്കൊക്കെ അള്ളയാണ് ദജ്ജാല് എന്ന വാദം, ഞാനാണ് റബ്ബ് അല്ല എന്ന വാദം. ആ വാദം വാദിക്കുന്ന ദജ്ജാലിന്റെ ഒപ്പം കൂടാനുള്ള വകുപ്പുണ്ടാവും. കാരണം എന്താ? മുഹീദ്ദീൻ മാലയെ വിമർശിച്ച ആളുകള് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു വഹാബി മൗലവിയുടെ പ്രസംഗം കേട്ടിട്ട് വഹാബിസമാണ് ശരിയെന്ന് വിശ്വസിച്ച ഒരു സാധു എങ്ങാനും ദജ്ജാല് വരുന്ന കാലത്ത് ജീവിക്കാൻ അയാൾക്ക് ഭാഗ്യക്കേടുണ്ടായാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും നമ്മൾ ഇതിന്റെ ഗൗരവം ചിന്തിക്കണം. എന്താ മൗലവി വിമർശിക്കണേ? കോഴിയുടെ മുള്ളോട് കൂകെന്ന് ചൊന്നാരെ കൂശാതെ കൂകീപ്പ റപ്പിച്ച് വിട്ടോവർ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങള് കോഴി ഭക്ഷിച്ചിട്ട് അതിന്റെ എല്ലിനോട് നീ പഴയ കോഴിയായി മാറണമെന്ന് പറഞ്ഞപ്പോൾ അത് എന്തായിപ്പോയി? കോഴി ആയിപ്പോയി. ഇത് ഓവറാന്നാ മൗലവിമാരുടെ വാദം. അതേപോലെ തന്നെ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബാകാമെന്നോവർ. ഹൃദയത്തിലുള്ളത് ഞാൻ പുറത്തുനിന്ന് പറഞ്ഞുതരാം എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ അള്ളാന്റെ ഗുണാണ് ജനങ്ങളെ, അതുകൊണ്ട് ഈ മാല പാടിയാ ശിർക്കാകും, ഇത് മുഹീദ്ദീൻ ഷെയ്ഖിനെ അല്ലാക്കലാണ് എന്ന് പറഞ്ഞ ആളുകള് ഇനി അതങ്ങനെ വിശ്വസിച്ച് മുഹീദ്ദീൻ മാലയെ വിമർശിച്ച് നടന്നോ? ശരിക്കും ഒറിജിനൽ ദജ്ജാല് വന്നാൽ ദജ്ജാൽ എന്താ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദജ്ജാല് മരിച്ച ഒരാളെ കാണിച്ചു കൊടുക്കാൻ പറയും. നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണിച്ചു കൊടുക്കാം. കാണിച്ചു കൊടുത്താൽ അയാൾ എന്താവും? ദജ്ജാൽ ഇങ്ങോട്ട് എഴുന്നേൽക്കും. അപ്പൊ അയാൾ മരിച്ചതിന് ശേഷം അയാളോട് വീണ്ടും ജനിക്കാൻ പറയും. അയാൾ പുനർജനിക്കും. ആ പുനർജനിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കേ, വഹാബിയുടെ മൗലവിയുടെ വയല് കേട്ടിട്ട് മുഹീദ്ദീൻ മാല ശിർക്കാണ് എന്ന് വിശ്വസിച്ച സാധു വഹാബി എന്തായാലും ആരൊപ്പം കൂടും? ഈ ദജ്ജാലിന്റെ ഒപ്പം കൂടും. കാരണം എന്താ? ഇവിടെ മരിച്ചോലെ ജനിപ്പിച്ച് ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. മരിച്ചോലെ ജീവിപ്പിക്കാൻ അള്ളാഹ്ക്കല്ലാതെ കഴിയില്ല എന്നാണ് വഹാബി ഇവനെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവന്റെ തിയറി അനുസരിച്ച് ഇവൻ എന്ത് ചെയ്യും? ഈ ദജ്ജാലിന്റെ ഒപ്പം കൂടും. മനസ്സിലായില്ലേ? ഇവൻ ഈ ദജ്ജാലിന്റെ ഒപ്പം കൂടാണ്ട് പറ്റൂല. കാരണം എന്താ? അല്ലേ മുഹീദ്ദീൻ ഷെയ്ഖ് നേരത്തെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞതിനെ എതിർക്കേണ്ടയില്ലായിരുന്നു. എന്താ? മുഹീദ്ദീൻ ഷെയ്ഖ് ജീവിപ്പിക്കും എന്ന് പറഞ്ഞോടത്തൊക്കെ സുന്നി പറയണത് എന്താ? മുഹീദ്ദീൻ ഷെയ്ഖിനെ പറഞ്ഞത് എന്താ? അള്ളാന്റെ അനുമതി ഇല്ലാതെ ഞാനൊരു ചുക്കും ചെയ്യൂല എന്നാണ്. അപ്പൊ അള്ളാന്റെ അനുമതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണതിനും കുഴപ്പമില്ല എന്നാണ്. എത്ര വലുതും ചെയ്യാനുള്ള കഴിവ് അള്ളാഹു തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കുന്നുണ്ട്.
പരീക്ഷണാടിസ്ഥാനത്തിൽ ഇഷ്ടദാസന അല്ലാഞ്ഞിട്ടും ദജ്ജാലിന് കൊടുത്തിട്ടുണ്ടെന്നാ റസൂലുള്ള പറയണേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അപ്പൊ ഈ മനുഷ്യന്റെ മനസ്സിലുള്ളത് എന്താന്ന് ദജ്ജാലാണ് പറയും. അത് പറഞ്ഞാൽ വഹാബി ആരൊപ്പം കൂടും, എന്നെ പഠിച്ചോന്ന് പറഞ്ഞാൽ ദജ്ജാലിന്റെ ഒപ്പം കൂടേണ്ടി വരും. അതേസമയത്ത് സുന്നിനൊറ്റൊന്നിനും കിട്ടൂല ദജ്ജാലിന്റെ ഒപ്പം കൂടാൻ. കാരണം എന്താ, എടോ പൊട്ട, മരിച്ചോലെ ജീവിപ്പിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ഒരാൾ അല്ലാവൂല. കാരണം എന്താ, ഞങ്ങൾ പണ്ടെന്നെ മൊഹീദ്ദിമാല പാടിയപ്പോ ഞങ്ങൾ പാടിയിട്ടുണ്ട്, ഞങ്ങളെ ഷേഖ് ജീലാനി ആര് ജീവിപ്പിച്ചിട്ടുണ്ട്, ചത്ത ചകത്തിന് ജീവൻ ഇടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കോഴിയുടെ മുള്ളോട് കൂകെന്ന് ചൊന്നാൽ അത് കൂകിയിട്ടുണ്ട്. അതൊക്കെ അള്ളാന്റെ അനുമതി ഉണ്ടെങ്കിൽ പടച്ചോൻ കഴിവ് കൊടുത്താൽ ആർക്കും പറ്റണതാണ്. അതുകൊണ്ട് ഈ വണ്ടി വിട്ടോന്ന് ആര് പറയും? ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ചവർ പറയും. അതേസമയത്ത് ഇന്ന് മൗലവിമാരുടെ ദുർബോധനം കേട്ട് മുഹീദ്ദിമാല ശിർക്കാന്ന് പറഞ്ഞോൻ അന്ന് അനുഭവത്തിൽ ദജ്ജാല് മരിച്ചോലെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ പടച്ചോൻ തന്നെ കേട്ടോ, എനിക്ക് നേരത്തെ തെറ്റിപ്പോയതാണ്, ജീവിതത്തിൽ പടച്ചോനെ നേരിട്ട് കാണാൻ കഴിഞ്ഞ അസുലഭ സന്ദർഭം എന്ന് പറഞ്ഞ അവന്റെ ഒപ്പം കൂടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിദ്ദാക്കുക, സമന്മാരാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പടച്ച റബ്ബിന് മാത്രം അവകാശപ്പെട്ട സ്വയം പര്യാപ്തത എന്നത് അല്ലാഹു അല്ലാത്ത ആരിലെങ്കിലും സമർപ്പിക്കുക. അതെല്ലാത്തിലും വേണമെന്നില്ല, ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ പോലും അത് കുഴപ്പമാണ്. അതിന് കോടാനുകോടി ഭാഷയൊന്നും വേണ്ട. കോടാനുകോടി ആവശ്യങ്ങൾ, കോടാനുകോടി ആളുകൾ, കോടാനുകോടി സ്ഥലത്തുനിന്ന് കോടാനുകോടി വിഷയങ്ങൾ ഒറ്റ സമയത്ത് ചോദിച്ചാൽ എല്ലാതും കൂടെ തീർത്തു കൊടുക്കുക. അതിന് അള്ളാഹ്ക്കേ കഴിയുള്ളൂ എന്നല്ല, ഒറ്റ സംഗതിക്കും അള്ളാഹ്ക്കല്ലാതെ കഴിയില്ലാന്ന. ഒരാൾ എന്നോട് ഒരാവശ്യം ചോദിച്ചു, വേറെ ആരും ഇവിടെ അല്ല, അതുപോലും എനിക്ക് തീർത്തു കൊടുക്കണമെങ്കിൽ അള്ളാന്റെ സഹായം ഉണ്ടെങ്കിലേ കഴിയൂന്നാ സുന്നി വിശ്വസിക്കുന്നത്. അതായത് സുന്നിയുടെ തൗഹീദ് 100% സേഫാണ്. അതേസമയത്ത് വഹാബിക്ക് ശിർക്ക് വരണമെങ്കിൽ എന്ത് വേണം? കോടാനുകോടി മനുഷ്യന്മാര് പല സ്ഥലത്തുനിന്ന് ഒരേ സമയത്ത് ചോദിച്ചിട്ട് എല്ലാതും കൂടെ വരുമ്പോ ആകെ ഇടങ്ങാറായാലോ പഠിച്ചോനെ എന്ന് പറയുന്ന അവസ്ഥ ഉള്ളിടത്ത് മാത്രമേ നിങ്ങൾക്ക് ശിർക്ക് വരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയ തൗഹീദിൽ വമ്പിച്ച അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് മൗലവിമാരെയും ആ മൗലവിമാരെ വിശ്വസിച്ചൊപ്പം നടക്കുന്ന സാധുക്കളെയും ഉണർത്താൻ ഞങ്ങൾ ഉപയോഗപ്പെടുത്താണ് ഈ സമയം. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹുവിന് നിങ്ങൾ നിദ്ദിനെ ആക്കരുത്, സമന്മാരാക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സ്വയം പര്യാപ്തത അത് മറ്റേതെങ്കിലും ഒന്നിന് സമർപ്പിക്കരുത്. അതേപോലെ തന്നെ ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹു അല്ലാത്താർക്കും വകവെച്ചു കൊടുക്കരുത്. എന്നാൽ അഗ്നി ആരാധകരുടെ സംഭവം പറഞ്ഞെടുത്ത് മഹാന്മാര് പറയുന്നത് അവർ ഈ സ്വയം പര്യാപ്തത ആർക്ക് സമർപ്പിച്ചു കൊടുത്തിരുന്നു? ഇവർക്ക് സമർപ്പിച്ചു കൊടുത്തിരുന്നു, അഗ്നിദേവന് സമർപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ ബിംബാരാധകന്മാരായിട്ടുള്ള അറേബ്യൻ മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകൾ 100% ആരാധിക്കപ്പെടാനുള്ള അർഹത, അതാണ് ഔബിമാനസ്തിഹ്ഖാഖിൽ ഇബാദ പറഞ്ഞത്. ആരാധിക്കപ്പെടാൻ അർഹതയുണ്ട് എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ ആരെ സ്ഥാപിക്കുക? പങ്കാളിയെ സ്ഥാപിക്കുക. അപ്പൊ ആരാധിക്കപ്പെടാനുള്ള അർഹത അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ വണങ്ങിയാൽ അത് രണ്ടാമത്തെ ശിർക്കാണ്. ഇതാണ് ആര് ചെയ്തത്? അറേബ്യൻ മുശ്രിക്ക് ചെയ്തത്. എന്നിട്ട് മൗലവിമാര് ഇതിന്ന് ജനശ്രദ്ധ തിരിച്ച് വെറുതെ വെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി സാധാരണഗതിയിൽ പറയാറുള്ളത് എന്താ? അവര് പറയാറുള്ളത് അള്ളാഹുവിൽ ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നു, അബൂജഹലിനും വിശ്വാസം ഉണ്ടായിരുന്നു. ആരാ ആകാശം പഠിച്ചതെന്ന് വെച്ചാൽ അള്ളേന്നായാലും പറഞ്ഞിരുന്നു. കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളേ തന്നെയാണ് ഓരോ വിശ്വാസം. കാറ്റ് നിയന്ത്രിക്കുന്നതും മഴ പെയ്യിപ്പിക്കുന്നതും ആരാന്ന് വെച്ചാൽ അള്ളേന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്നല്ല ഓല കുഴപ്പം. എന്താ? ഓല കുഴപ്പം അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടത്തട്ടുകാരെ നിയമിച്ചതാണ്. ആ ഇടത്തട്ടുകാരെ നിയമിക്കൽ എന്ന ശിഷ്ടം അത് നിങ്ങളും ചെയ്യുന്നു എന്നാ നമ്മളോട് പറയണത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കവിടെ കൃത്യമായിട്ട് പറയാനുള്ളത് എന്താ? അറേബ്യൻ മുശ്രിക്കിന്റെ അബദ്ധം ഇടത്തട്ടുകാരെ വെച്ചു എന്നതല്ല, മറിച്ച് അവര് വെച്ച ഇടത്തട്ടുകാരെ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തിന് അർഹതയുള്ളവരാണ് എന്ന് വിശ്വസിച്ചു എന്നുള്ളതാ കുഴപ്പം. അത് അവരെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ കീഴ്ദൈവങ്ങൾക്ക് ഞങ്ങൾ ആരാധന ചെയ്യുന്നത്. അപ്പൊ കണ്ടോ, ആരാധിക്കുക എന്ന സംഗതി അത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുക എന്ന അബദ്ധം, ആ അബദ്ധാണ് അവർ ചെയ്തത്. അതേ സമയത്ത് ഞാൻ പലപ്പോഴും നമ്മളെ ഗ്ലോബൽ വോയിസിലൂടെയും പിന്നെ അതിനു മുമ്പ് KMIC-യിലൂടെ ഒക്കെ നമ്മൾ പലപ്പോഴും ചർച്ചയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. എന്ത്? ഈ നമ്മുടെ നാട്ടിൽ ഒരു ബോധമില്ലാത്തൊരു പാവപ്പെട്ട സുന്നി, ആ പാവപ്പെട്ട സുന്നി മനുഷ്യനോട് ഇപ്പോഴും ചിലപ്പോ കുപ്പായിടാനൊന്നും ഒരു ശീലിച്ചിട്ടില്ലാത്തൊരു സുന്നിനെ കണ്ടാൽ ആ സുന്നി കാക്കാനോട് കുത്തുബിയത്ത് ചെല്ലുമ്പോ നിങ്ങൾ എന്തായി കുത്തുബിയ ചെല്ലുമ്പോ ഷെയ്ഖ് ജീലാനി അള്ളാന്ന് വിശ്വസിക്കുന്നുണ്ടോ, ആരാധിക്കപ്പെടാൻ അർഹത ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാക്ക പറയും, എന്ത്, എവിടുന്നാ കുട്ടിക്ക് വരുന്നത്, ആരാനോട് ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞത്? ഞങ്ങള് ഗൗസുൽ ആലമിനെ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത്
ജീവിത വിശുദ്ധി നിലനിർത്തിയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക സിദ്ധി നൽകിയ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനാണെന്നാണ്. ആ മഹാന്മാർ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹിനോട് റെക്കമെൻഡ് ചെയ്താൽ അത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്ര മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യണുള്ളൂ മനസ്സിലാക്കണുള്ളൂ എന്ന് ആ സുന്നി പറയും. അതേസമയത്ത് അബൂജഹല് ഇടത്തട്ടുകാരെ വെച്ചപ്പോ അങ്ങനെയല്ല, ഞങ്ങൾ ഇവർക്കാ ശരിക്കും ആരാധിക്കേണ്ടത്. കാരണം ഇവർക്ക് ആരാധിച്ചാൽ പടച്ചോന്റെ അടുത്തുനിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടുവന്ന് തരും. അപ്പൊ നമ്മൾ ഷഫാഅത്ത് വിശ്വസിച്ചതും അവര് ഷഫാഅത്ത് വിശ്വസിച്ചതും തന്നെ വ്യത്യസ്തമാണ്. അവര് ഷഫാഅത്ത് വിശ്വസിച്ചത് എങ്ങനെയാ? പടച്ചോന്റെ ഒക്കെ പിടിച്ചു വാങ്ങിക്കൊണ്ടിരുന്നാണ്. നമ്മൾ ഷഫാഅത്ത് വിശ്വസിക്കണതോ ഖുർആൻ പറഞ്ഞ മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, പടച്ചവന്റെ അനുമതിയില്ലാതെ ആരാ ശുപാർശ ചെയ്യാ? ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ മഹാന്മാര് ശുപാർശ ചെയ്യണമെങ്കിൽ തന്നെ എന്ത് വേണം? അള്ളാഹുവിന്റെ അനുമതി വേണം. പക്ഷെ അള്ളാഹു തആല ഈ മഹാന്മാർക്ക് എന്തിന് അവസരം കൊടുക്കുന്നു? ശുപാർശ ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങളുടെ സഹായികളും സംരക്ഷകരുമായി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അതേപോലെ തന്നെ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിച്ച പുണ്യപുരുഷന്മാരെയും അവരെ നിങ്ങൾ ആരെങ്കിലും സഹായികളാക്കി വെച്ചാൽ ഫഇന്ന ഹിസ്ബുല്ലാഹി ഹുമുൽ ഗാലിബൂൻ, അവർ അള്ളാന്റെ പാർട്ടിയാണ്, അള്ളാന്റെ പാർട്ടി വിജയിച്ചവരാണ് എന്ന് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. അതാണ് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച സംഭവങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങള് എല്ലാ കാലങ്ങളിലും മഹത്തുക്കളായിട്ടുള്ള ആളുകളെ പ്രത്യേകം അപ്രോച്ച് ചെയ്തതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഏതായാലും ശരി, ആ ഭാഗം നമ്മൾ ഒറ്റ കാര്യം ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചതാണ്. എന്ത്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹുവിന് പങ്കാളി സ്ഥാപിക്കരുത് എന്ന് പറയുമ്പോ അവിടെ നമ്മൾ ചിന്തിക്കണം, പങ്കാളിയാക്കാന്ന് പറഞ്ഞത് എങ്ങനെ വരാൻ? പങ്കാളിയാക്കൽ എന്നത് വരുന്നതിന്റെ കോലം ഇപ്പറഞ്ഞ രൂപത്തിലാണ്. പടച്ച റബ്ബിന് ഉള്ളതുപോലത്തെ സ്വയം പര്യാപ്തതയോ അല്ലെങ്കിൽ ആരാധിക്കപ്പെടാനുള്ള അർഹതയോ അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും സമർപ്പിക്കുക. ഇതില് ഈ സംഭവങ്ങൾ ചെയ്താൽ അവിടെയാണ് നിദ്ദാക്കൽ എന്ന സംഭവം വരുന്നത്. അതേസമയത്ത് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ആദരിക്കലോ അവരോട് നമ്മൾ സഹായം തേടലോ അള്ള വെച്ച കാരണം എന്ന നിലക്കാണ്. അല്ലാതെ അവർക്കൊരിക്കലും തന്നെ ഇപ്പറഞ്ഞ വിധത്തിലുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു അർഹത നമ്മൾ വകവെച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കണം. നമ്മളെ വഹാബി മൗലവിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഉമർ മൗലവി, അദ്ദേഹം അയാളുടെ ഖുർആൻ പരിഭാഷയിൽ എഴുതിയൊരു വാചകം ഞാനിവിടെ ഓർക്കുകയാണ്. എന്ത്? അള്ളാഹുവിനെ ലക്ഷ്യമാക്കി നാം കഅബയിലേക്ക് പോകുന്നു, അത് അള്ളാഹുവിനെ ആരാധിക്കലാണ്. എന്നാൽ ചിലർ ശബരിമലയിലേക്കും ചിലർ നാഗൂരിലേക്കും പോകുന്നു, ഇത് അള്ളാഹുവിന് സമന്മാരാക്കലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വയസ്സായിട്ടാണ് അയാൾ ഇത് എഴുതിയത്. എപ്പോഴെങ്കിലും എന്ത് ചെയ്യണം? കുറച്ച് അന്തം വരേണ്ട മനുഷ്യന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഗുരുവായൂരിലേക്ക് ചിലര് എന്ത് ചെയ്യുന്നു? ചിലർ ശബരിമലയിലേക്കും ചിലർ നാഗൂരിലേക്കും പോകുന്നു, ഇത് അള്ളാഹുവിന് സമന്മാരാക്കലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നാഗൂരിലേക്ക് പോയോണ്ട് അള്ളാഹിനെ സമന്മാരാക്കൽ ശിർക്കാവോ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സന്ദർശിക്കാൻ പോകുന്നത് ശിർക്കാണ്, അവരെ ആരാധിക്കലാണ് എന്ന വാദം. അതാണ് അപ്പൊ ഖുർആനെ പരസ്യമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യാണ് മൗലവിമാർ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ മദീനയിൽ ഹബീബായ റസൂലുള്ളാഹിനെ സന്ദർശിക്കാൻ പോകലുണ്ടല്ലോ മുസ്ലിമീങ്ങൾ, അല്ലേ? നബി ഇമാമിനെ പോലത്തെ ആളുകളൊക്കെ പറഞ്ഞ എന്താ? ഇദൻ സർഫൽ ഹുജ്ജാജു വൽ മുഅ്തമിറൂൻ, ഹാജിമാരും ഉംറക്ക് പോകുന്നവരൊക്കെ ഹജ്ജും ഉംറയൊക്കെ കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? അവര് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷ്യം വെച്ച് മദീനയിലേക്ക് പോകണം. അങ്ങനെ മദീനയിലേക്ക് അവർ പോകുക എന്നുള്ള പണി അത് പിന്നെ അഫ്ളലി തആത്തി, അത് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകളിൽപ്പെട്ടതാണ്. വഅൻജഹിൽ മസാഇ, മനുഷ്യന്റെ അധ്വാനങ്ങളിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സംഗതിയുമാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിച്ച് മദീനത്തേക്ക് പോയാൽ നാഗൂര് മാത്രമാക്കണ്ടല്ലോ. എന്തേ? മുസ്ലിമീങ്ങൾ കാലാകാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി ഇവരെ കൂട്ടത്തിൽ തന്നെ പലരും. പക്ഷെ ഇവര് പക്ഷെ സാധാരണ പറയലെന്താ വെച്ചാല് ഞങ്ങൾ മദീനത്തേക്ക് സിയാറത്തിന് ഉദ്ദേശിച്ചു പോകലില്ല. ഇവരെ കൂട്ടത്തിൽ ആ ജിന്നിന്റെ നേതാവുണ്ടല്ലോ സക്കരിയ സലാഹി, അയാളൊരു കാസറ്റിൽ ഞാൻ കേട്ടിട്ടുണ്ട് അയാളൊരു പ്രസംഗം. ആ പ്രസംഗത്തിൽ ആ മിസ്കീൻ പറയണത് എന്താ വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്ന ഉദ്ദേശത്തിന് ഒരാൾ മദീനത്തേക്ക് പോയാൽ ആ മദീനയിലേക്ക് പോകുന്നത് ഹറാമായ യാത്രയാണ്, അതുകൊണ്ട് ജമ്മും കസറും വരെ ആക്കാൻ പറ്റൂല. അല്ലെ? ആ സമയത്ത് നബി ഇമാം പറയണതോ മിൻ അഹമ്മിൽ ഖുർബാത്തി വഅൻജഹിൽ മസാഇ, ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകളിലും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ പോകുക എന്നുള്ളത്. ഇപ്പൊ പക്ഷെ ഇയാള് ഈ പറഞ്ഞ അതേ സക്കരിയ പക്ഷെ ഇപ്പൊ പറഞ്ഞെന്താ? മൗലവി ഗ്രൂപ്പിൽ AP ഗ്രൂപ്പായിട്ട് തെറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞെന്താ? നബി ഇമാമിനൊക്കെ നമുക്ക് മുശ്രിക്കാക്കാൻ പറ്റുമോ? യാ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ ഹദീസിന്റെ വിഷയത്തിൽ പറയണേ. എന്നാ അത് പിടുക്കും കൂടെ വെച്ചു നോക്കിയ മൗലവിമാരെ,
അപ്പുറത്തുള്ള സക്കരിയാന്റെ ഒപ്പം നടക്കുന്ന സാധുക്കളെങ്കിലും നിങ്ങൾക്കെങ്കിലും ഈ വിഷയത്തിൽ ഇമാമിങ്ങൾ നമ്മൾ എങ്ങനെ മുശ്രിക്കാക്കുക എന്നുള്ള ഒരു ചെറിയ ബോധം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും ഒന്ന് ചിന്തിക്ക്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ നിങ്ങൾ പോണം മദീനത്തേക്ക്. അങ്ങനെ മദീനയിലേക്കോ നാഗൂരിലേക്കോ മുത്തുപ്പേട്ടയിലേക്കോ മറ്റേതു മഹാന്മാരുടെ സന്നിധിയിലേക്കോ സിയാറത്ത് ഉദ്ദേശിച്ചു പോകുന്നത് അള്ളാഹുവിന് സമന്മാരാക്കലാണെന്ന പച്ച ജഹാലത്തും കള്ളത്തരവും മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വഹാബികൾ പറഞ്ഞുണ്ടാക്കുന്നത് വലിയ അബദ്ധമാണെന്നും ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനം ചെയ്യലാണെന്നും വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് നമ്മളോട് പറയാണ്, അപ്പൊ നമുക്ക് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ബിംബാരാധനക്ക് അള്ളാഹുവിന് പങ്കാളികളെ സ്ഥാപിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. ഇനിയും നമ്മൾ കാണേണ്ടത് എന്താണ്? തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ അള്ളാഹുവിന്റെ ഏകത്വവും അവനെ മാത്രം ആരാധിക്കേണ്ടതിന്റെ അനിവാര്യതയും സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വവും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആദ്യ ദൈവികതയും അത് രണ്ടും സ്ഥിരീകരിക്കുന്ന ആയത്തുകളാണ് ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ളതിനെ കുറിച്ച് അഥവാ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടെങ്കിൽ, അതാ വൈൻ കുന്തും നിങ്ങളാണെങ്കിൽ ഫീ റൈബിൻ വല്ല സംശയത്തിലുമാണെങ്കിൽ, മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ നമ്മുടെ അടിമയുടെ മേലിൽ നാം അവതരിപ്പിച്ച ഖുർആനിനെ സംബന്ധിച്ച് വല്ല സംശയത്തിലുമാണ് നിങ്ങളെങ്കിൽ, ഫഅ്തു നിങ്ങൾ കൊണ്ടുവരൂ ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, ഖുർആനിലുള്ളതിനോട് തത്തുല്യമായ ഒരധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. അത് കൊണ്ടുവരാൻ ഓരോരുത്തരും ഒറ്റക്ക് വേണമെന്നില്ല. ഫഅ്തു വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങളുടെ സഹായികളെ ഒക്കെ നിങ്ങൾ വിളിക്കുകയും ചെയ്തോളൂ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ഇതെന്താ പറയണേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനുമായി വന്നപ്പോ അറേബ്യൻ മുശ്രിക്കുകൾ പറഞ്ഞ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു നിരുത്തരവാദപരമായ ആരോപണമായിരുന്നു ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. ഇത് ആദ്യകാലക്കാരുടെ ചില കെട്ടുകഥകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടുന്നോ സാഹിത്യമോഷണം നടത്തിയിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വന്തമായി അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഖുർആൻ എന്നും ഇത് ദൈവികമായിട്ടുള്ള ഒരു സംഭവം അല്ല എന്നും അവർ വാദിച്ചപ്പോ ഖുർആനിന്റെ ദൈവികതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വവും രണ്ടും സ്ഥിരീകരിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ശരി, ഖുർആൻ ഈ കൊണ്ടുവന്ന മുഹമ്മദ് നബി കൊണ്ടുവന്നത് അത് ദൈവികമൊന്നുമല്ല, മനുഷ്യനിർമ്മിതമാണെങ്കിൽ ആ മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞ സംവാദം വൺവേ അല്ലല്ലോ, അത് നിങ്ങൾക്കും ചെയ്യാലോ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇത് നബിതങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയതാണെന്ന് പറയുന്ന നിങ്ങളും ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവരൂ. അത് കൊണ്ടുവരാൻ ഓരോരുത്തരും ഒറ്റയ്ക്ക് ശ്രമിക്കാവൂ, ഹെൽപ്പിന് ആരെയും വിളിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് അതിന് നിങ്ങൾക്ക് സഹായികളായ ആരെയൊക്കെ കിട്ടുമോ ആ സഹായികളെ മുഴുവനും നിങ്ങൾ വിളിച്ചോളൂ. ഇബ്ലീസ് അടക്കമുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. എല്ലാരും കൂടെ കൂടിയിട്ട് ഖുർആനിലുള്ളതിന് തുല്യമായ അതിന്റെ സാഹിത്യ ഭംഗിയിലും അതിന്റെ ഘടനയിലും അതിന്റെ സൗന്ദര്യത്തിലും അതിന്റേതായിട്ടുള്ള അർത്ഥവ്യാപ്തിയിലുമൊക്കെ ഖുർആനിലെ ഒരധ്യായത്തിന് തത്തുല്യമാകാൻ പറ്റുന്നതെങ്കിലും കിടപിടിക്കാൻ കൊള്ളാവുന്നതെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. അത് നിങ്ങൾ എല്ലാരെയും സഹായത്തിന് വിളിച്ചോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായിട്ടുള്ള വെല്ലുവിളിയുടെ സ്വരം പടച്ച റബ്ബ് ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ശരിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഖുർആനിന്റെ ദൈവികത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ പ്രവാചകത്വത്തിന്റെ ആധികാരികത എല്ലാം ഇതിൽ തെളിയിക്കപ്പെടുകയാണ്. ഇവിടെ ഒന്നാമതായിട്ട് പറഞ്ഞത് നമ്മുടെ അടിമക്ക് നമ്മൾ അവതരിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഇവിടെ അടിമ എന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. അടിമ എന്ന് പറയുന്ന പ്രയോഗം അത് വല്ലാത്തൊരു മദ്ഹാണെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ പറയുന്നിടത്തൊക്കെ ഖുർആൻ അബ്ദ് എന്ന പദമാണ് പ്രയോഗിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അടിമ എന്ന് പറയുമ്പോ എന്താ? ഉടമയുടെ കൽപ്പനകൾ പാലിക്കുന്നതിൽ 100% വിജയിക്കാൻ കഴിഞ്ഞ ആള് എന്ന ഒരു കോംപ്ലിമെന്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ അള്ളാഹു നൽകുന്നുണ്ട്. മുമ്മർ വലി പറഞ്ഞ മാതിരിയല്ലാന്ന് അർത്ഥം. മുഹമ്മദ് നബി പോലും, പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണമായി വഴിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കുറ്റബോധത്തോടുകൂടെ സമ്മതിക്കുന്ന ആളെയെന്ന് പറഞ്ഞില്ല ഉമർ മൗലവി. അങ്ങനെയല്ല അള്ളാഹ് പറയണത്, എന്റെ അബ്ദ് തന്നെയാണ്, അഥവാ എനിക്ക് അടിമപ്പണിയെടുക്കുന്നതിൽ
ശരിക്കും വിജയിച്ചിട്ടുള്ളയാളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രധാനപ്പെട്ട സംഗതികൾ പറയുന്നിടത്തൊക്കെ അള്ളാഹു അങ്ങനെയാ പറഞ്ഞത്. ഇപ്പൊ ഇസ്രാ മിഅ്റാജിന്റെ സംഭവം, ആ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താ? സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, തന്റെ അടിമയെ അല്ലാഹു തആല രാപ്രയാണം ചെയ്യിപ്പിച്ചു. നബി തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ചരിത്രത്തിലെ ജീവിതത്തിലെ ഏറ്റവും വല്ലാത്തൊരു സന്തോഷകരമായ സംഭവമാണത്. ആ സംഭവം കിട്ടിയ സമയത്ത് അല്ലാഹു തആല അതിനെ കുറിച്ച് പറഞ്ഞ എന്താ? അസ്റാ ബി അബ്ദിഹി, തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ചു. അതിനുശേഷം നടന്ന മിഅ്റാജിന്റെ കാര്യങ്ങൾ, ആ മിഅ്റാജിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ പറഞ്ഞെന്താ? ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്, തന്റെ അടിമയിലേക്ക് അല്ലാഹു തആല വഹയി അറിയിച്ചതൊക്കെ അറിയിച്ചു. വല്ലാത്തൊരു വ്യാപ്തിയുള്ള അർത്ഥത്തിൽ അല്ലാഹു തആല പറഞ്ഞെടുത്ത് അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചത്, അത് പറയുമ്പോൾ അല്ലാഹു പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജാ. കണ്ടോ, ഇങ്ങനെ ആ മഹത്വപ്പെടുത്തി പറയേണ്ട, ബഹുമാനിച്ചു പറയേണ്ട സ്ഥലങ്ങളിലാണ് റസൂലുള്ളാഹിയെ അല്ലാഹു തആല അബ്ദ് എന്ന് പ്രയോഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അബ്ദ് എന്ന പ്രയോഗം അത് മോശമല്ല, അത് വളരെ നല്ല പദാണ്, ആദരിച്ചു പറഞ്ഞതാണ്. ഏതായാലും എന്റെ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തതിൽ, അവതരിപ്പിക്കുക എന്ന് പറഞ്ഞതിൽ എന്തുണ്ട്? പിന്നെ എല്ലാ സംഗതിയുണ്ട്, പ്രവാചകത്വവും അതേപോലെ തന്നെ മറ്റെല്ലാ സംഗതികളും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ കുറിച്ചാണ് ഇവിടുത്തെ ചർച്ച. ആ ഖുർആനിൽ നിങ്ങൾക്ക് വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യൂ? നിങ്ങൾക്ക് പിന്നെ ഇതിനോട് ഖുർആനിലുള്ളതിന് തുല്യമായ ഒരധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. ഖുർആൻ പലയിടത്തും പല വിധത്തിൽ, ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വെല്ലുവിളിച്ചത് കാണാം. ഖുർആന് തുല്യമായത്, അതായത് ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റും. കുല്ല ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅ്തൂന ബിമിസ്ലിഹി വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ലഹീറാ. സൂറത്തുൽ ഇസ്രാഇന്റെ 88ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാ പറയുന്നത്. ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു, ജിന്നുകളും ഇൻസുകളും, മനുഷ്യന്മാരും പിന്നെ അതേപോലെ തന്നെ ജിന്നുകളും എല്ലാരും ഒത്തുകൂടിയാൽ അലാ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആനിന് തുല്യമാകുന്ന ഒരു ഖുർആൻ കൊണ്ടുവരാൻ, ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവർ ഒത്തുകൂടിയാൽ ലാ യഅ്തൂന ബിമിസ്ലിഹി, അതിന് തുല്യമായത് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല തന്നെ. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ലഹീറ, അവർ പരസ്പരം സഹായിച്ച് എല്ലാരും കൂടെ കൂടിയാലും ശരി എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തത്തുല്യമായത് കൊണ്ടുവരാനുള്ള വെല്ലുവിളി അതവർ കേൾക്കാൻ പറ്റൂല എന്ന് വരുമ്പോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? വെല്ലുവിളിയുടെ കനം കുറക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഓവർലോഡ് ഒഴിവാക്കി അവർക്ക് ലോഡ് കുറച്ചു കൊടുത്തിട്ട് അല്ലാഹു തആല പിന്നീട് പറഞ്ഞെന്താ? അം യഖൂലൂന ഇഫ്തറാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണ് ഈ ഖുർആൻ എന്നവർ പറയുന്നുവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയുണ്ടാക്കിയ, സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കിയതാണ് ഖുർആൻ എന്നവർ പറയുന്നുവോ? അങ്ങനെ പറയുന്നുവെങ്കിൽ ഖുൽ, നബിയെ തങ്ങൾ അവരോട് പറയുക, ഫഅ്തു ബി അശരി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്തിൻ, ഈ ഖുർആനിലുള്ളതിനോട് തത്തുല്യമായ വിധത്തിലുള്ള കെട്ടിയുണ്ടാക്കിയ ഒരു 10 അധ്യായങ്ങൾ നിങ്ങളും കൊണ്ടുവരൂ. ആ കൊണ്ടുവരാൻ വേണ്ടി വദൂ മനിസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതിന് നിങ്ങൾക്ക് പറ്റാവുന്ന സഹായികളൊക്കെ നിങ്ങൾ വിളിച്ചോളൂ. 10 സൂറത്തുകൾ കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനും സാധ്യമല്ലെന്ന ഘട്ടം വരുമ്പോഴാണ് എന്നാ വേണ്ട, അത്ര ഓവറാക്കണില്ല, ഒരൊറ്റ സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരുമോ, ഒരൊറ്റ സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരുമോ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ചോദിച്ചതാണ് ഇവിടെ കാണുന്നത്. വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ച ഖുർആനെ സംബന്ധിച്ചത് ദൈവികമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയുണ്ടാക്കിയതാണ് എന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ അതേപോലത്തെ നിങ്ങൾക്ക് കൊണ്ടുവരാലോ. ഫൗതു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, ഖുർആന് തുല്യമായ ഒന്ന് നിങ്ങളും കൊണ്ടുവരൂ, ഒരധ്യായം. വദൂ ശുഹദാഅകും മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ അതിന് നിങ്ങൾ പിന്നെ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായികളെയും നിങ്ങൾ വിളിച്ചോളൂ. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. ഇവിടെ നമ്മൾ ചിന്തിക്കണം, സാഹിത്യത്തിന്റെ വിഷയത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ നബിയും പ്രവർത്തന രംഗത്ത് വരുമ്പോ സമകാലിക സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്ന, അവരുടെ പ്ലസ് പോയിന്റ് ആയി കാണുന്ന സംഗതി എന്താണെങ്കിൽ ആ സംഗതിയെ വെല്ലാൻ പറ്റുന്ന മുഅ്ജിസത്ത് സ്പെഷ്യലായിട്ട് ആ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എങ്കിൽ ഓരോ കാലഘട്ടത്തിലുമുള്ള പ്രശ്നങ്ങൾ, ആ ഓരോ കാലഘട്ടത്തിലുമുള്ള പ്രശ്നങ്ങൾ നോക്കുമ്പോ, അപ്പൊ നമുക്കറിയാം ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത്
വൈദ്യശാസ്ത്രത്തിൽ പുരോഗതി പ്രാപിച്ചിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഈസാ അലൈഹി ഇസ്ലാം വരുമ്പോ എന്താ, ആ വൈദ്യശാസ്ത്രം പോലും നോക്കുകുത്തികളെ പോലെ അന്താളിച്ചു നിൽക്കുന്ന രോഗങ്ങൾ മാറ്റുന്ന പണിയായിരുന്നു ബഹുമാനപ്പെട്ട ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മോചിതത്ത്. മൂസാ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അത്ഭുത പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ ഇരുട്ട് കയറും വിധത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ജ്യോത്സ്യന്മാരുടെയും ആഭിചാര പ്രവർത്തകന്മാരുടെയും വിളയാട്ടമാണ് നടക്കുന്നത് എങ്കിൽ ആ വിളയാട്ടക്കാരുടെ കണ്ണ് തള്ളിപ്പോകും വിധത്തിലുള്ള സംഗതികളായിരുന്നു മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അല്ലാഹു തആല സ്പെഷ്യൽ മോചിതത്തായി നൽകിയത്. എങ്കിൽ സാഹിത്യത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കുന്ന 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹത്തിന്റെ മുന്നിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് കടന്നു വരുന്നതെങ്കിൽ പ്രഥമ സംബോധിതർ ആ അറബികളാണെങ്കിൽ ആ അറബികൾ സാഹിത്യത്തിന്റെ വിഷയത്തിൽ വളരെ വളരെ കേമന്മാരായിരുന്നു. ആ കേമന്മാരായിരുന്ന അറബികളോട് ബഹുമാനപ്പെട്ട ഖുർആൻ പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളും സാഹിത്യത്തിൽ മോശമൊന്നുമല്ലല്ലോ എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും നിങ്ങൾക്ക് പലർക്കും പല വിവരങ്ങളും പഠിച്ച ആളുകളല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയ ബഹുമാനപ്പെട്ട ഖുർആൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താ, മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ലിഅന്നഹും കാനൂ ഫീ മഅരിഫത്തിൽ ലുഗത്തി വലിത്തിലാഇ അലാ ഖവാനീനിൽ ഫസാഹത്തി ഫിൽ ഗായ. സാഹിത്യത്തിന്റെ ഭാഷാ പരിജ്ഞാനത്തിലും അതേപോലെ തന്നെ സാഹിത്യത്തിന്റെ നിയമങ്ങളും അതിന്റെ വിധിവിലക്കുകളും മനസ്സിലാക്കുന്നതിലുമൊക്കെ അങ്ങേ തലയിൽ അതിന്റെ പരമകാഷ്ഠ പ്രകടിപ്പിച്ചവരായിരുന്നു, അല്ലെങ്കിൽ അവിടെ എത്തിയവരായിരുന്നു അവർ. വക്കാനു ആ ഒരവസ്ഥയിൽ എത്തിയിട്ടുള്ള അവർ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയത്തെ തകർക്കാൻ ഏറ്റവും ആവശ്യമുള്ള പണികളായിട്ട് നടക്കുകയായിരുന്നു. അങ്ങനെയാണല്ലോ, ഒരാൾക്ക് ഒരു വിഭാഗത്തോട് ശത്രുത ഉണ്ടെങ്കിൽ എന്ത് തറവേല കളിച്ചിട്ടായാലും ശരി ആ ശത്രുവിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിന് ചിലരൊക്കെ പ്രവർത്തിക്കൂലേ. അതിന് ചിലപ്പോ എന്ത് ചെയ്യും, ഇല്ലാത്തതും നട്ടാൽ കുരുക്കാത്തതും പറയും. മരിച്ചുപോയ ആൾക്കാരുടെ പേരിൽ വരെ ചിലപ്പോ എന്ത് പറഞ്ഞു എന്ന് വരും, ഓലൊക്കെ അങ്ങനെ പഠിപ്പിച്ചിക്കണെന്ന് വരെ പറഞ്ഞു എന്ന് വരും. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ കാണലുണ്ട്. ചിലപ്പോ ആ ഭാഗം നമ്മളെ വിഷയമല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് വക്കാനു അവര് ആയിരുന്നു ഫി മഹബ്ബത്തി ഇബ്താലി അംരിഹി ഫിൽ ഗായത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തെ, റസൂലുള്ള പറയുന്ന ആശയത്തെ തകർക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നമായിട്ട് നടക്കുന്ന സമയത്ത് ഹത്താ ബദലുൻ നുഫൂസ വല്ലം വാല, അവരുടെ സമ്പത്തും ശരീരമൊക്കെ അതിന് ചെലവാക്കാൻ അവർ റെഡിയായിരുന്നു. വർത്തകബു ളുറൂബൽ മഹാലിക് വൽ മിഹാൻ, വിവിധ പരീക്ഷണങ്ങളും അപകടകരമായിട്ടുള്ള മാർഗങ്ങളും വരെ അതിനുവേണ്ടി അവർ നോക്കുകയും ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വകാനു ഫിൽ ഹമിയ്യത്തി വൽ ഉൻഫത്തി അലാ ഹദ്ദിൻ ലാ യഖ്ബലൂനൽ ഹഖ്ക ഫകൈഫൽ ബാത്തിൽ. അവര് റസൂലുള്ളാഹിനോടുള്ള എതിർപ്പും അവരുടേതായിട്ടുള്ള ആ പക്ഷപാതിത്വവും ആ പക്ഷപാതിത്വത്തിന്റെ അങ്ങേയറ്റത്തെത്തിയ ആളുകളായതുകൊണ്ട് അള്ളാന്റെ റസൂല് പച്ചയായിട്ട് സത്യം പറഞ്ഞാൽ പോലും സ്വീകരിക്കൂല എന്നുള്ള അവസ്ഥയിലെത്തിയ ആളുകളായിരുന്നു അവർ. അങ്ങനെ വരുമ്പോൾ അവരെന്തു വേണം, ബഹുമാനപ്പെട്ട ഖുർആൻ അത് ദൈവികമല്ല മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോ അതുപോലത്തത് അവരുണ്ടാക്കാൻ അവർ തയ്യാറാവണം. പക്ഷെ അവർക്ക് സാഹിത്യത്തിൽ വലിയ നിപുണന്മാരായിട്ടും കഴിവുള്ളവരായിട്ടും അവർക്ക് എന്തിന് സാധിച്ചില്ല, പരിശുദ്ധ ഖുർആനിനോട് തുല്യമാകുന്ന ഒരധ്യായം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. വിവിധ ഘട്ടത്തിലായിട്ടുള്ള വ്യാഖ്യാനം നമ്മൾ പറഞ്ഞല്ലോ. ഖുർആൻ മൊത്തം കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ചോദ്യം ഉണ്ടായി. അതിന് സാധ്യമല്ലെങ്കിൽ വേണ്ട ഒരു 10 അധ്യായങ്ങൾ കൊണ്ടുവരാമോ എന്നുള്ള ചോദ്യം ഉണ്ടായി. അതിനു സാധ്യമല്ലെങ്കിൽ ഒരു ഒറ്റ അധ്യായമെങ്കിലും പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുൽ കൗസർ അടക്കമുള്ളത് ഇതിൽ ഉൾപ്പെടുമെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സൂറത്തുൽ കൗസറിനോട് തുല്യമാകാവുന്ന വിധത്തിൽ അതിന്റെ ഘടനയിലും അതിന്റെ ക്രമത്തിലും അതേപോലെ അതിന്റെ സാഹിത്യ ഭംഗിയിലും അതിന്റെ അർത്ഥവ്യാപ്തിയിലും ഒന്നും ചോർന്നു പോകാത്ത വിധത്തിലുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കാണട്ടെ, നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന് മുന്നിൽ സാഹിത്യ സാമ്രാട്ടുകളായിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അറബികൾ ഉത്തരം മുട്ടിയെങ്കിൽ ഉറപ്പാണ് ഇതൊരിക്കലും തന്നെ ആരല്ല, അത് ദൈവികമായിട്ടുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി കെട്ടിയുണ്ടാക്കിയതല്ല എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ നോക്കണം, ബഹുമാനപ്പെട്ട ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ്? പരിശുദ്ധ ഖുർആൻ അത് മനുഷ്യന് നിർമ്മിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതാണ് ഈ വെല്ലുവിളിയുടെ ആശയം. മുഅ്ജിസാണ് ഖുർആൻ. മനുഷ്യനെ കൊണ്ട് ഇതുപോലുള്ളത് എന്ത് ചെയ്യാൻ സാധ്യമല്ല, കൊണ്ടുവരാൻ സാധ്യമല്ല എന്നത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ വിശദീകരിക്കുന്നത് ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ
രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് മഹാനവറുകൾ പറയുന്നത്? പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അറബികളുടെ ഒരവസ്ഥ, അവര് സാഹിത്യത്തിൽ വലിയ കേമന്മാരായിരുന്നു. അതേപോലെ തന്നെ എല്ലാം ഉണ്ടായിട്ടും അവർക്കതിന് സാധിച്ചില്ല. ഖുർആനിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം, ഖുർആനിന്റെ വെല്ലുവിളി ഏറ്റെടുക്കണമെന്നവർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാധിക്കണില്ല. അത് സാധിക്കാത്തൊരു ഘട്ടം വന്നപ്പോൾ ഫലമ്മാലം യഅ്തൂബിഹാ, ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമായെന്ന് പോലും കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുന്നില്ലെന്ന് വന്നപ്പോൾ അലിംനാ അജ്സഹും അൻഹാ, ഖുർആനിനോട് തുല്യമായത് കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഫസബത അന്നൽ ഖുർആന ലാ യുമാസിലു ഖൗലഹും, അപ്പോൾ സ്ഥിരപ്പെടുകയാണ് ഖുർആൻ ഒരിക്കലും അവരുടെ വാക്കുകളോട് തുല്യമാകുന്നതല്ല. വഅന്ന തഫാവുത ബൈനഹു വബൈന കലാമിഹിം ലൈസ തഫാവുതൻ മുഅ്താദൻ, അവരുടെ വാക്കുകളുടെയും ഖുർആനിന്റെ വാക്യങ്ങളുടെയും ഇടയിലുള്ള ഏറ്റവ്യത്യാസങ്ങൾ അതൊരിക്കലും തന്നെ ഒരു സാധാരണ ഡിഫറൻസ് മാത്രമല്ല, സാധാരണ വ്യത്യാസം മാത്രമല്ല, മറിച്ച് അസാധാരണമായിട്ടുള്ള വ്യത്യാസമാണ്. ഫവജബ അൻ യകൂന മുഅ്ജിസൻ, അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അത് മനുഷ്യനിർമ്മിതമാകാൻ നിവൃത്തിയില്ലാത്തതാണെന്ന് വന്നു. ഫഹദാഹുവൽ മുറാദു മിൻ തഖരീരി ഹാദിഹി ദലാലത്തി, അതുകൊണ്ട് ഈ തെളിവിന്റെ സ്ഥിരീകരണത്തിന്റെ ഉദ്ദേശവും അതാണ്. അതെന്താ? ഫലഹറ അന്നഹു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല കമാ ലം യക്തഫി ഫീ മഅരിഫത്തി തൗഹീദി ബിത്തഖ്ലീദി, അള്ളാഹുവിന്റെ ഏകത്വം മനസ്സിലാക്കുന്ന വിഷയം അള്ളാഹു തആല എന്ത് ചെയ്തില്ല? ഒരു സാമ്പ്രദായിക കാഴ്ചപ്പാടിന്റെ പേരിൽ ഒതുക്കി നിർത്തിയില്ല. അതായത് ബാക്കിയുള്ളവരൊക്കെ അള്ളാഹു ഏകനാണെന്ന് പറയുന്നു, അതുകൊണ്ട് ഞാനും അല്ല ഏകനാണെന്ന് പറയുന്നു എന്ന് പറയാനല്ല ഖുർആൻ ഇവിടെ ശ്രമിച്ചത്. മറിച്ച് ബുദ്ധിപരമായി തെളിവുകൾ, ഏതൊരാൾക്കും മനസ്സിലാകുന്ന പകൽ പോലെ വ്യക്തമാകുന്ന തെളിവുകൾ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ രേഖയായിട്ട് ഇവിടെ അവതരിപ്പിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇല്ലായ്മയിൽ നമ്മളെ പടക്കുക, അതേപോലെ തന്നെ ആകാശങ്ങളും ഭൂമിയൊക്കെ സൃഷ്ടിച്ച് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക, അതിന് വിഭവങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ നമുക്കുണ്ടാക്കി തരിക. ഇങ്ങനെയുള്ള സംഗതികളിലൊന്നും മറ്റൊരാളും പങ്കാളിയല്ലെങ്കിൽ ഇതിലെല്ലാം അള്ളാഹു തആല ഏകനാണെങ്കിൽ ആ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ഏറ്റവും വലിയ താഴ്മയാകുന്ന ഇബാദത്ത് കൊടുത്ത് ആദരിക്കാൻ പാടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. തെളിവിന്റെ അടിസ്ഥാനത്തിൽ സാമ്പ്രദായിക സംഭാഷണം എന്ന നിലക്ക് ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കാഴ്ചപ്പാടുകൾ അങ്ങനെ തന്നെ അതിങ്ങനെ പിന്തുടർന്ന് പോരുക, കണ്ണും ചിമ്പി മുമ്പുള്ളവരെ സ്വീകരിക്കുക എന്ന നിലപാടല്ല അതിൽ. തെളിവിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിയുള്ളവരോട്, ചിന്തിക്കുന്നവരോട് പരിശുദ്ധ ഖുർആൻ സംസാരിച്ചതാണ് നേരത്തെ നമ്മൾ കണ്ടതെങ്കിൽ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖദാ ഫീ മഅരിഫത്തിൻ നുബുവ്വ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം മനസ്സിലാക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യക്തഫി ബിത്തഖ്ലീദ്, റസൂലുള്ളാഹിന്റെ കാര്യത്തിലും തഖ്ലീദ് കൊണ്ട് അല്ലാഹു നിർത്തിയില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണെന്നതിനുള്ള ഏതൊരാളുടെ ബുദ്ധിക്കും സമ്മതിക്കാവുന്ന വളരെ ക്ലിയർ എവിഡൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് ഇവിടെ. അതായത് പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരാളും വിശ്വസിക്കേണ്ടതില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ഇവിടെ കാണിച്ചു തന്ന പ്രവർത്തനങ്ങളുടെ, നബിതങ്ങളുടെ ഈ ലോകത്ത് നബിതങ്ങൾ നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ തന്നെ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിശുദ്ധ ഖുർആനിന്റെ അവതരണം തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവാകുന്നു. കാരണം എന്താ? അറബി സാഹിത്യത്തിന്റെ സാമ്രാട്ടുകളായിരുന്ന ആളുകളാണ് മുമ്പവർ. പക്ഷേ അവരെക്കുറിച്ച് തന്നെ ഇനി സാഹിത്യത്തിൽ കേമന്മാരായിരുന്ന അവരെക്കുറിച്ച് തന്നെ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ശൈലിയും അതേപോലെ തന്നെ അവരുടെ ശൈലിയും, അറബികളുടെ സാഹിത്യത്തിന്റെ നിപുണന്മാരായിരുന്ന അറബികളുടെ ശൈലിയും, അവർക്കൊക്കെ സാഹിത്യം പറഞ്ഞാൽ ഒരു രസം കിട്ടുക ചില വിഷയങ്ങളിലാണ്. എല്ലാ വിഷയത്തിലും അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് റാസി ഇമാം ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, ഇന്ന ഷാർ ഇമ്രുൽ ഖൈസ് പഴയ കാലത്ത് അറിയപ്പെട്ട കവികളിൽപ്പെട്ട ഒരാളാണ്. അറിയപ്പെട്ട കവി എന്ന് പറഞ്ഞാൽ ഭയങ്കര സാഹിത്യത്തിന്റെ കവിതയിലെ ഏറ്റവും മുടിചൂടാ മന്നൻ എന്ന് പറയേണ്ട ആള്. ഇപ്പോൾ പോലും അദ്ദേഹത്തിന്റെ കവിതകൾ അറബി ഭാഷാ പരിജ്ഞാനവുമായി ബന്ധപ്പെടുത്തിയിട്ട് ആളുകൾ പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ അതിന്റെ എത്രമാത്രം ഇതിന് ഗൗരവമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ഇമ്രുൽ ഖൈസിന്റെ കവിതകൾ, അദ്ദേഹത്തിന്റെ കവിതകൾ യഹ്സുനു, അത് നന്നായി കാണുന്നത് ഇന്ദ ത്വറബി വദിക്രിൻ നിസാഇ സിഫത്തിൽ ഖൈലി, ആനന്ദകരമായിട്ടുള്ള വികാരനിർഭരമായിട്ടുള്ള ചില സംഗതികൾ അവതരിപ്പിക്കുമ്പോ, അതേപോലെ തന്നെ സ്ത്രീകളെ വർണ്ണിക്കുമ്പോ, അതുപോലെ തന്നെ കുതിരകളെ വർണ്ണിക്കുമ്പോ, ഇത്തരം രംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ കവിത ഒന്നൊന്നര കവിതയായിരിക്കും. അതേസമയത്ത് മറ്റു വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ കവിതകൾ ഒരു അയഞ്ഞാൻ കൊയഞ്ഞാനുള്ള ഒരു ഓയലിച്ചയുടെ കവിതയായിരിക്കും. കാരണം ഇപ്പൊ സാഹിത്യത്തിന്റെ ഉത്തുംഗതിയിൽ നിൽക്കുമ്പോ തന്നെ ഇമ്രുൽ ഖൈസ് ഇത്തരം കാര്യങ്ങളിൽ കവിത ചൊല്ലിയാൽ അതൊരു മഹാസംഭവമായിരിക്കും. അതേസമയത്ത് മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ കവിതക്ക് സൗന്ദര്യം കുറയും. അതേപോലെ തന്നെ ഷഅറുൻ നാബിഗ,
നാബിഗത്തിന്റെ കവിത ഇന്ദൽ ഖൗഫി, അതൊരു ഭയപ്പെടുത്തേണ്ട സംഗതികളെ കുറിച്ചൊക്കെയുള്ള ഭീകരമായ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിൽ അദ്ദേഹത്തിന്റെ കവിത കേമായിരിക്കും. അതേസമയത്ത് മറ്റു വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ കവിത ഒരു വസ്തുവിനും കൊള്ളൂല. അതേസമയത്ത് വശാറുൽ ആയിഷിയുടെ കവിത ഇന്ദ ത്വലബി വസ്ഫിൽ ഖംരി, കള്ളിനെ കുറിച്ച് പറയാൻ, അതേപോലെ തന്നെ പ്രേമാഭ്യർത്ഥന നടത്താൻ, ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ അദ്ദേഹത്തിന്റെ കവിത ഭയങ്കര ഉഷാറായിരിക്കും. മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ കവിത ഒരു വസ്തുവിനും കൊള്ളാത്തൊരവസ്ഥ ഉണ്ടാകും. അതേപോലെ സുഹൈറിന്റെ കവിത റജാഇ, പ്രതീക്ഷയുടെയും അതേപോലെ തന്നെ ആഗ്രഹം ജനിപ്പിക്കുന്ന വിഷയങ്ങൾ, അതൊക്കെ പറയുന്നിടത്ത് എന്താകും, അദ്ദേഹത്തിന്റെ കവിത കേമായിരിക്കും. മറ്റു വിഷയങ്ങളിൽ പക്ഷേ 5 കാശിന് കൊള്ളില്ല. വബിൽ ജുംലത്തി, മൊത്തത്തിൽ ഫകുല്ലു ഷാഇരിൻ, ഓരോ കവിയും യഹ്സുനു കലാമുഹു, അദ്ദേഹത്തിന്റെ കവിത നന്നായി തോന്നും ഫീ ഫന്നിൻ, ഒരു വിഷയത്തിൽ. അതേസമയത്ത് മറ്റു വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റേത് വളരെ മോശമായിട്ടാ തോന്നുക. എന്നാൽ വഅമ്മൽ ഖുർആനു, പരിശുദ്ധ ഖുർആൻ, ഫഇന്നഹു ജാഅ ഫസീഹൻ ഫീ കുല്ലിൽ ഫുനൂനി അലാ ഗായത്തിൽ ഫസാഹ, ഏത് വിഷയത്തിലും പരിശുദ്ധ ഖുർആൻ, അത് ഏത് ഫന്നായാലും ഏത് മേറ്ററായാലും ഏത് സബ്ജക്റ്റ് ആയാലും അതിലൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ, ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾ സാഹിത്യത്തിന്റെ സൗന്ദര്യത്തിന് അല്പം പോലും കുറവ് വരാത്ത, എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കാനും മുക്തകണ്ഠം ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റാനും പറ്റും വിധത്തിലുള്ള ആ ബുദ്ധിപരമായി ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന സൗന്ദര്യത്തിന്റെ 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന സംവിധാനമായിരുന്നു ഖുർആനിനുണ്ടായിരുന്നത്. അത് പരിശുദ്ധ ഖുർആനിന്റെ ഓരോ മേഖലയും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ആ പ്രശംസകൾ ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കേണ്ടിടത്തും ആളുകളെ ഭയപ്പെടുത്തേണ്ട വിഷയത്തിലും അതേപോലെ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ചരിത്രങ്ങൾ ഇട്ടുകൊടുക്കേണ്ട കോറിയിടേണ്ട സമയത്തും അതുപോലെ ആളുകളെ എന്തെങ്കിലും ഒരു അരുതായ്മയിൽ നിന്ന് തടഞ്ഞു നിർത്തേണ്ട പ്രത്യേകമായ ഉത്ബോധനം കൊടുക്കുന്ന സമയത്തും ഏത് കാര്യങ്ങൾ ഖുർആൻ ചർച്ച ചെയ്യുമ്പോഴും അതിന് ഖുർആനിന്റേതായിട്ടുള്ള ഒരു പ്രത്യേക ശൈലിയുണ്ട്. ആ ശൈലി ഒന്നിലും തന്നെ അതിന്റെ സാഹിത്യത്തിന്റെ ഭംഗി കുറഞ്ഞു പോയിട്ടില്ല. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ അവസ്ഥയെങ്കിൽ ഇതൊരിക്കലും തന്നെ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന സംഗതിയല്ല. അതൊന്നൊരു കാര്യം മനസ്സിലായി ഈ പരിശുദ്ധ ഖുർആൻ. അത് അള്ളാഹുവിന്റെ റസൂല് സ്വന്തമായി അവതരിപ്പിച്ചതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളതാണ്. ഖുർആൻ ദൈവികമാണ്. ദൈവികമായ ഖുർആൻ റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്തു എന്ന് പറയണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനുമാണ് എന്ന കാര്യം ഇവിടെ ഉറക്കുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഇതുപോലത്തെ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരൂ, സഹായികളെ വിളിച്ചോളൂ എന്ന് പറഞ്ഞില്ലേ. ആരാണ് ഈ സഹായികൾ എന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അൽ മുറാദു മനിദ്ദഉ ഫീഹിൽ ഇലാഹിയ, ആരാധ്യനാണെന്ന് ഇവർ വാദിച്ചവരെ വിളിച്ചോളൂ എന്നാണ്. വഹിയൽ അവസാനത് ബിംബങ്ങളായിരുന്നു അല്ലെ. അറേബ്യൻ മുശ്രിക്കുകള് അള്ളാഹുവിന് സമന്മാരാക്കിയിട്ട് ആരാധ്യന്മാരായിട്ട് അവർ പലരും കണ്ടില്ലേ. ആ ആരാധ്യന്മാരെ വിളിച്ചോളൂ എന്നാണ് ആ പറയുന്നത്. അപ്പൊ ഫകഅന്നഹു ഖീല ലഹും, അവരോട് പറയപ്പെട്ടതുപോലെയുണ്ട്, ഇൻകാനൽ അംറു കമാ തഖൂലൂന, കാര്യം നിങ്ങൾ പറയും പോലെയാണെങ്കിൽ. എന്താ നിങ്ങൾ പറയുന്നത്? മിൻ അന്നഹാ തസ്തഹിഖുൽ ഇബാദ, ഞങ്ങളുടെ ഈ കീഴ്ദൈവങ്ങൾ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവയാണ്. അതാണ് അവർ പറയുന്നത്. എന്നിട്ടാണ് അതിനെ ആരാധിക്കുന്നത്. ഈ കീഴ്ദൈവങ്ങൾ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളതാണ് എന്ന് നിങ്ങൾ പറയണ സംഗതി അത് സത്യാണെങ്കിൽ എന്തുകൊണ്ട് അതിനെ ആരാധിക്കപ്പെടാൻ അർഹത ഉണ്ട് എന്ന് പറയുന്നത്? ലിമാ അന്നഹാ തൻഫഉ വതദുറു, അവകൾ ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്ന നിലക്ക്. കണ്ടോ, അറേബ്യൻ മുശ്രിക്കുകള് അവരുടെ ദൈവങ്ങളെ കുറിച്ച് വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് റാസിമോട് പറയാം. ലിമാ അന്നഹാ തൻഫഉ വതദുറു, ആ ബിംബങ്ങൾ ഉപകാരവും ചെയ്യും ഉപദ്രവവും ചെയ്യും എന്നായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട്, അഥവാ നേരത്തെ നമ്മൾ പറഞ്ഞ ശിർക്കിന്റെ ആദ്യത്തെ പാർട്ട് തന്നെ വാസ്തവത്തിൽ എന്ത് ചെയ്തിരുന്നു? അവർ ഈ ബിംബങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു എന്നർത്ഥം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആരാധിക്കപ്പെടാൻ അർഹതയുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോ ഫഖദ് ദഫഅതും ഫീ മുനാസഅത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഫാഖത്തിൻ ശദീദത്തിൻ വഹാജത്തിൻ അലീമത്തിൻ ഫി തഖല്ലുസി അൻഹാ. ഇപ്പൊ നിങ്ങൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉശിരം വെല്ലുവിളി നടത്തിയിരിക്കുന്നു. എന്ത്? ഖുർആൻ ദൈവികമല്ല നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ? നിങ്ങൾ ഖുർആന് തുല്യമായിട്ടുള്ള ഒരു അധ്യായം കൊണ്ടുവരൂ. ഒരു ഉശിരം വെല്ലുവിളി, ആൺകുട്ടികളെ വെല്ലുവിളി നടത്തിയിരിക്കുന്നു. ആ വെല്ലുവിളിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് വളരെ ആവശ്യമാണ്. പക്ഷെ അതിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ കയ്യിൽ ഒരു കോപ്പുമില്ല. നിങ്ങളുടെ കയ്യിൽ ആ വെല്ലുവിളിയിൽ നിന്ന് രക്ഷപ്പെടാനോ ആ വെല്ലുവിളി സ്വീകരിക്കാനോ നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പുമില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ കൊണ്ടാകാത്ത സ്ഥിതിക്ക് പക്ഷെ നിങ്ങൾ ദൈവങ്ങളായി നിങ്ങൾ എല്ലാ വിഷയത്തിനും പരിഹാരത്തിനുള്ള
ഓടിച്ചെല്ലാനുള്ള ആശ്വാസത്തിന്റെ തുരുത്തായി കണ്ട കുറെ ദൈവങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഫതഅജ്ജലു അൽ ഇസ്തിആനത ബിഹാ, ഈ ദൈവങ്ങളോടുള്ള സഹായത്തേട്ടം നിങ്ങൾ പെട്ടെന്നാക്കൂ. ആ പെട്ടെന്നാക്കിയിട്ട് ദൈവങ്ങളോട് വല്ല സഹായം ഒരു മാർഗവും കാണിച്ചു തരാൻ പറയൂ. ആ ദൈവങ്ങൾക്ക് എന്തിനു കഴിയും? നിങ്ങൾക്ക് ഉപകാരവും ഉപദ്രവമൊക്കെ ചെയ്യാൻ കഴിയുന്നല്ലേ നിങ്ങളെ വിശ്വാസം. അതുകൊണ്ടല്ലേ നിങ്ങൾ അവർക്ക് ആരാധിക്കാൻ പോണേ. ആ ആരാധിക്കുന്ന ദൈവങ്ങളോട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ മുഹമ്മദ് നബിയെ മലർത്തിയടിക്കാൻ പറ്റിയ ഒരു അധ്യായം കൊണ്ടുവരാനുള്ള സഹായം ചെയ്തു തരാൻ പറയൂ. വയില്ല, അങ്ങനെ ഈ ദൈവങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഫഅലമു, ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, അന്നക്കും മുബ്തിലൂന, നിങ്ങൾ ശരിക്കും അസത്യത്തിലാണുള്ളത്. ഫിദ്ദിആഇ കൗനിഹാ ആലിഹതൻ, ഈ ദൈവങ്ങൾ ഇവകളൊക്കെ ദൈവങ്ങളാണ് എന്ന വാദത്തിലും വഅന്നഹാ തൻഫഉ വതദുറു, ഈ ദൈവങ്ങൾ ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യുമെന്ന വാദത്തിലും നിങ്ങൾ. അപ്പൊ രണ്ടിലൊന്ന് വേണം. ഒന്നുകിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഖുർആന് തത്തുല്യമായിട്ടുള്ള ഒരു അധ്യായം കൊണ്ടുവരണം. അതിന് നിങ്ങളെ ദൈവങ്ങളോട് ചോദിച്ചിട്ട് ആ ദൈവങ്ങൾ നിങ്ങൾക്ക് ഒരു വഴി ഉണ്ടാക്കി തരണം. ആ ദൈവങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ലെങ്കിൽ, ഇത്തരം ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങൾക്ക് സഹായം തരാൻ സാധിക്കാത്ത ആ ദൈവങ്ങൾക്ക് ഒരു ചുക്കിനും കഴിയില്ല, ആ ദൈവങ്ങൾ ഒരു ചുക്കിനും ചുണ്ടാമിനും കൊള്ളില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഖുർആൻ അംഗീകരിക്കാനും റസൂലുള്ളാഹിനെ പ്രവാചകനായി സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ അള്ളാന്റെ റസൂല് പറയുന്ന ഏകദൈവ സിദ്ധാന്തത്തിന്റെ രാജവീതിയിലേക്ക് കടന്നുവരാനും നിങ്ങൾ തയ്യാറാവണം എന്നാണ് വളരെ ബുദ്ധിപരമായി സമർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങളുടെ സഹായികളെ നിങ്ങൾ വിളിക്കുക, അവരോട് നിങ്ങൾ സഹായം തേടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അതോടൊപ്പം തന്നെ വേറെ അഭിപ്രായങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി ഇവരിൽ തന്നെ ഉണ്ടാകുന്ന ബർക്കി ബുദ്ധിയൊക്കെ ഉപദേശിക്കുന്ന ഇവരെ കുളത്തിലിറക്കിയിട്ടുള്ളവരെ നേതാക്കന്മാരുണ്ടല്ലോ, ആ നേതാക്കന്മാരൊക്കെ വിളിച്ചോളൂ, അതിന്റെ ഏറ്റവും മുൻപന്തിയിലുള്ള ഇബ്ലീസിനെയും വിളിച്ചോളൂ, എല്ലാരെയും വിളിച്ചിട്ട് എല്ലാവർക്കും എങ്ങനെയാണേലും വേണ്ടില്ല നിങ്ങളിത് കൊണ്ടുവരൂ എന്ന് പറയുന്ന ആ ഒരു സംഗതിയാണ് അല്ലാഹു തആല ഗൗരവത്തിന്റെ സ്വരത്തിൽ ഇവിടെ സൂചിപ്പിച്ചത്. പക്ഷെ അവർക്കൊരിക്കലും തന്നെ അതിന് സാധിക്കില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് അതുകൊണ്ടാണ് അല്ലാഹു തുടർന്ന് പറഞ്ഞത് ഫഇല്ലം തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, അഥവാ ഖുർആനിലെ ഒരധ്യായത്തിന് തത്തുല്യമാകുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ, വലൻ തഫ്അലു, അതൊരു ബ്രാക്കറ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാ. വലൻ തഫ്അലു, ഒരിക്കലും നിങ്ങൾ അങ്ങനെ കൊണ്ടുവരില്ല, നിങ്ങൾക്കതിന് സാധിക്കില്ല. 3 തരം നിങ്ങൾക്കതിന് സാധിക്കില്ല. അങ്ങനെ നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഫത്തഖുന്നാറ, അപ്പൊ അത് അടിയിൽ മനസ്സിലാക്കണ്ട. ഫൈലൻ തഫ്അലു, നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഫത്തഖുന്നാറ, നിങ്ങൾ നരകം സൂക്ഷിക്കണം എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യൂല, കൊണ്ടുവരൂല എന്നുള്ളത് വേറെ കാര്യം എന്ന ഇടയിൽ എന്ത് ചെയ്തതാണ്, ഒരു ബ്രാക്കറ്റ് പോലെ പറഞ്ഞതാ. അതാ ഫൈലം തഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, അഥവാ ഖുർആനിൽ ഒരു അധ്യായത്തിന് തത്തുല്യമായ അധ്യായം നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ, വലൻ തഫ്അലു, ഒരിക്കലും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. ഫത്തഖുന്നാറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുവീൻ. അല്ലത്തി, എങ്ങനെയുള്ള നരകം? വഖൂദുഹ, ആ നരകത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറക് അന്നാസു, മനുഷ്യന്മാരാണ്, വൽ ഹിജാറത്തു, കല്ലുകളുമാണ്. മനുഷ്യനെയും കല്ലിനെയും കത്തിച്ച് ഇന്ധനം സജീവമാക്കുന്ന നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് വേണ്ടി അത് ഇപ്പോഴേ തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു. നരകം ഇപ്പോഴേ പടക്കപ്പെട്ടിരിക്കുന്നു. ആർക്ക് വേണ്ടി? സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ആ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അഥവാ ഖുർആൻ ദൈവികമാണ് എന്ന ആശയത്തെയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണെന്ന ആ സത്യത്തെയോ അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണമെന്ന യാഥാർത്ഥ്യത്തെയോ നിങ്ങൾ നിഷേധിച്ചാൽ ആ നിഷേധം കൊണ്ട് നിങ്ങൾ എത്തിപ്പെടുന്നത് നരകത്തിന്റെ അവസ്ഥയിലായിരിക്കും. നരകം എന്ന് പറയുന്നത് മനുഷ്യനെ കത്തിച്ച് ചൂടാക്കി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. മനുഷ്യനെ നരകമെന്ന തീയ് അത് മനുഷ്യനാണ് അതിലെ ഇന്ധനം, അതേപോലെ കല്ലുകളുമാണ് അതിലെ ഇന്ധനം എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഗൗരവതരമായിട്ട് ഉണർത്തി. ഇവിടെ നമ്മൾ ചിന്തിക്കണം, മനുഷ്യന്മാരെ കത്തിച്ചിട്ട് നരകം സജീവാക്കുമെന്ന് പറഞ്ഞാൽ നരകത്തിൽ എത്തിപ്പെട്ട ആളുകളെ കത്തിച്ചിട്ടെന്നെ നരകത്തിന്റെ ചൂടിനെ അല്ലാഹു തആല ഗംഭീരമാക്കുമെന്നാണ് പറഞ്ഞത്. അതിപ്പോ നമുക്ക് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം അറിയും. അല്ലാഹു തആല നമ്മളൊക്കെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലത്ത് ജീവിച്ച മഹാന്മാരൊക്കെ അതിനുവേണ്ടി വളരെ പ്രധാനമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാരൊക്കെ പറയണത് കാണാമല്ലോ, ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി. പടച്ചോനെ, ഞാൻ സ്വർഗ്ഗത്തിന് അർഹനാണെന്ന് എനിക്ക് വാദല്ല, പക്ഷെ എന്തു വെച്ചു വലാ അഖ്വ അലാ നാരിൽ ജഹീമി, ജഹന്നമിന്റെ തീയിൽ സഹിക്കാനുള്ള ശക്തി എനിക്കില്ല.
അതുകൊണ്ട് എനിക്ക് നീ ഔദാര്യമായി പാശ്ചാത്താപം തന്ന് എന്റെ ദോഷങ്ങൾ പുറത്തു തന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം. ഇത് എപ്പോഴും നമ്മൾ പറയേണ്ടതാണ്. സാലിഹ്യങ്ങൾ പലപ്പോഴും ചൊല്ലാറുള്ളതാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷമൊക്കെ 5 തവണ പ്രത്യേകം ഇത് പാരായണം ചെയ്യുന്നതിന് മഹത്വമുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ ഈ ആശയം നമ്മുടെ മനസ്സിൽ എന്തായാലും എപ്പോഴും ഉണ്ടാകണം. നരകത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ 3 തവണ അള്ളാഹുവോട് നരകത്തിൽ നിന്ന് കാവൽ തേടിയാൽ നരകം തന്നെ അള്ളാഹുവിനോട് പറയും, പടച്ചോനെ ആ ചങ്ങാതി അതാ എന്റെ അടുത്തേക്ക് വരാൻ താല്പര്യമില്ലാതെ പറയണല്ലോ, അതുകൊണ്ട് അവനെ നീ നരകത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്ക് എന്ന് നരകം തന്നെ റെക്കമെന്റ് ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. KKM കല്ലാച്ചി ഉസ്താദ് ലൈവ് വന്നിട്ടാണോ? ലൈവ് വന്നിട്ടാണെങ്കിൽ ഒന്ന് മൈക്ക് അടിച്ചാൽ ഞാൻ തരുന്നു കേട്ടോ. ലൈവ് എത്താനായോ? ഏതായാലും ഇൻഷാ അല്ലാഹ് പിന്നെ വരുന്നവരെ ചിലപ്പോ മേലെ കയറാനായിരിക്കും. അതിന് മൈക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മൈക്ക് അടിച്ചാൽ മതി. ഓക്കെ 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 ഓക്കെ. 6 മണിയായി, എന്ത് ലൈവ് വരാത്തെ? ഡോക്ടർ നാസർ കേൾക്കണല്ലേ? ഏതായാലും ശരി, ഇൻഷാ അല്ലാഹ് ലൈവ് എത്രയും പെട്ടെന്ന് വരട്ടെ. അപ്പോ പിന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം അത് കല്ലാണ് എന്ന് റസൂൽ പറഞ്ഞല്ലോ, ഈ ഖുർആൻ പറഞ്ഞല്ലോ. ആ കല്ല് എന്തുകൊണ്ട് ഉദ്ദേശം എന്താണ്? അവിടെ കുറിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ പറഞ്ഞു, പിന്നെ അന്നഹും ഖറനൂ ബിഹാ അൻഫുസഹും ഫിദ്ദുനിയ. ഈ ബിംബാരാധകന്മാരായിട്ടുള്ള റസൂലുള്ളാഹിനെ നിഷേധിച്ച ആളുകള് അവരുടെ ശരീരത്തോട് എന്തിനേയും ചേർത്ത് വെച്ചു? ഈ ബിംബങ്ങളെയും ചേർത്ത് വെച്ചു ദുനിയാവിൽ. ഈ ബിംബങ്ങളെയും പിന്നെ ചേർത്ത് വെച്ചു. ഹൈസു നഹ്തുഹാ അസ്നാമൻ വജഅലുഹാ ലില്ലാഹി അൻദാദൻ വഅബദുഹാ മിൻ ദൂനിഹി. അതിനവരെന്ത് ചെയ്തു? ബിംബങ്ങളാക്കി അതിനെ പടച്ചുണ്ടാക്കിയിട്ട് അള്ളാഹുവിന് സമന്മാരാക്കി ആരാധ്യന്മാരാക്കി വെച്ചു. അങ്ങനെ വെച്ചിട്ട് ഒപ്പം തന്നെ ഇതിന്റെ കൂടെയും വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം. കണ്ടോ? ഇന്നക്കും നിശ്ചയം നിങ്ങളും, വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആ ദൈവങ്ങളും അഥവാ കല്ലുകളും ഹസബു ജഹന്നം, അത് ജഹന്നം എന്ന നരകത്തിന്റെ ഇന്ധനമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വഹാദിഹിൽ ആയത്തു മുഫസ്സിറത്തുൻ, ഈ ആയത്ത് എന്ത് ചെയ്യുന്നു? അത് വിശദീകരിക്കുന്നു. എന്ത്? ലഹ, ഈ കല്ലുകള് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താകുന്നു? ഇവരുടെ ദൈവങ്ങളാക്കി പൂജിച്ച കല്ലുകളാകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ മനുഷ്യന്മാരും കല്ലുകളും കത്തിക്കപ്പെടുന്നു എന്ന് പറയുമ്പോ ഇവർ ദൈവങ്ങളാക്കി പൂജിച്ചവരും എന്ത് ചെയ്യുന്നു? നരകത്തിൽ ഇവരുടെ കൂടെ ഉണ്ടാകും എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ എന്തിനാ ഈ കല്ലിപ്പോ എന്ത് ചെയ്തു? കല്ലിനിപ്പോ നരകത്തിൽ കത്തിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടാനുള്ളേ? കല്ലിനെന്തിനാണ് ഈ ഒപ്പം കൂട്ടിയത് എന്നൊരു സ്വാഭാവികമായ സംശയം ഉണ്ടാകും. ആ സംശയത്തിന് മറുപടി വലമ്മഴത്തക്കതൽ കുഫാറു ഫി ഹിജാറത്തിഹിം അൽ മഅബൂദത മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധ്യ വസ്തുക്കളായി ഇവർ ഉപയോഗിച്ചിരുന്ന ഈ കല്ലുകളെ കുറിച്ച് അവർ വിശ്വസിച്ചപ്പോൾ എന്ത് വിശ്വസിച്ചു? അന്നഹ ശുഫആഉ ശുഹദാഉ, ഈ കല്ലുകൾ ഞങ്ങളുടെ റെക്കമെൻഡുകാരാണ്, ഞങ്ങളുടെ സഹായികളാണ്. അല്ലദീന യസ്തശ്ഫിഊന ബിഹിം വയസ്തദ്ഫഊന അൽ മളാറ അൻ അൻഫുസിഹിം തമസ്സുകം ബിഹിം, അവരിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എല്ലാ ഇടങ്ങേറൊന്നും ഞങ്ങളെ രക്ഷിക്കാൻ ആര് വരും? ഈ കല്ലുകൾ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കല്ലുകൾ അവരെന്ത് ചെയ്തു? പൂജിച്ചു. എന്നിട്ടോ വജഅലഹല്ലാഹു അദാബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവകളെ തന്നെ അവരുടെ ശിക്ഷയുടെ കാരണമാക്കിയപ്പോ ഫഖറനഹും ബിഹാ, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചേർത്ത് വെച്ചു. എന്തിനു വേണ്ടി? നരകത്തിൽ വെച്ച് അവരുടെ കൂടെ തന്നെ ഇവകളുണ്ടെങ്കിൽ ഇബ്ലാഗൻ വയഗ്റാബൻ ഫീ തഹസ്സുരിഹിം, അവരുടെ നഷ്ടബോധത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കാൻ വേണ്ടി. ശരിയല്ലേ? അതായത് നമ്മളൊരു നിർണായക ഘട്ടത്തിൽ ഭയങ്കര രക്ഷയ്ക്ക് വേണ്ടി നമ്മളൊരാളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് ആ പ്രതീക്ഷിച്ച ആളെന്നെ അതേ കണ്ടീഷനിലാണ് നിൽക്കണമെങ്കിൽ പിന്നെന്താ ചെയ്യാ? അല്ലെ? മനുഷ്യന്മാരൊരു ദുരവസ്ഥയിൽ എത്തിപ്പെട്ടിട്ട് അവന് രക്ഷക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ച അയാൾ അതിലേറെ വലിയ ബേജാറിലാണെങ്കിൽ. പക്ഷെ ഇവിടെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒരു സുഹൃത്ത് ഷമീം വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലെ? ഷമീം എന്തേ കൈ താഴ്ത്തിയേ? ഓക്കെ ഇൻഷാ അല്ലാഹ്.
ലൈവ് എത്തിയെന്ന് മനസ്സിലാവുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ സംരംഭങ്ങളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ. ഈ നമ്മുടെ ക്ലാസുകൾ, അതേപോലെ തന്നെ ഇൽമിന്റെ നമ്മുടെ ചർച്ചകളൊക്കെ ഉസ്താദുമാരുടെയും പ്രവർത്തകരുടെയും ഒക്കെ സേവനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.